Now it is on the top. It's on the top. ഇതുവരെ ഇമോഷൻ ഇത്രയും എക്സ്ട്രീം ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ അവസരമുള്ള ഇമോഷൻ. ഓക്കെ, ഫീൽ ഇറ്റ്. അതായത് അവരിങ്ങനെ തൊടുന്നതിന് മുന്നേ തന്നെ അവരിങ്ങനെ വീഴും. അതൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ട്രെയിൻഡ് ആണ്. ഈ ചില ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും ചില ആളുകളാണെങ്കിലും അപ്പം നമ്മൾ തൊട്ട് ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ടില്ല. ഇത് ശരിക്കും മെസ്മറിസം എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും കാണുന്നുണ്ടോ അവിടെ വേറെ? ആരാണ്? ജസ്റ്റ് ഫീൽ ഇറ്റ്. അച്ഛനാണോ? ഇപ്പം അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ? നന്നായിട്ട് സ്റ്റേജിൽ കയറി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കാം. പെട്ടെന്ന് സുപ്രാതം നിർത്തി സ്റ്റേജിൽ കയറിയുള്ള പേടിയാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവന് സ്റ്റേജിൽ കയറി നിന്നപ്പോൾ ടീച്ചർ കളിയാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അത് ഭയങ്കരമായിട്ട് എടുക്കും. അമ്മയുടെ മടി കിടന്ന് കഴിയുമ്പോൾ അമ്മ പതുക്കെ തലയൊക്കെ ഇങ്ങനെ കൈ ഓടിച്ചുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകില്ലേ? അതൊരു പാർട്ട് ഓഫ് ഹിപ്നോട്ടിസം. ഹിപ്നോട്ടിസ്റ്റ് ജിനു ജെയിംസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പം എല്ലാവരും സിനിമകളിലാണ് ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസ്റ്റുകൾ ചെയ്യുന്നവർ ഒക്കെ കേട്ടിട്ടുള്ളത്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? അതിനെന്താണ് ചെയ്യേണ്ടത്? അതൊക്കെ ഇതൊരു ഫേക്കാണോ? എന്താണ് സംഭവം? ഹിപ്നോട്ടിസം ഒരിക്കലും ഫേക്കല്ല. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഉറക്കത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ അവസ്ഥയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രണ്ട് തരം മനസ്സുണ്ട്. ബോധ മനസ്സും ഉപബോധ മനസ്സും. അതായത് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ഇതിനെ ഈ കോൺഷ്യസ് മൈൻഡിനെ കട്ട് ചെയ്ത് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആകുന്ന ഒരു സ്റ്റേജാണ് ഹിപ്നോസിസ് എന്ന് പറയുക. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജന്മം മുതലുള്ള സംഭവങ്ങൾ മുഴുവനും ലോഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിനകത്താണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് എല്ലാം കിടക്കുന്നത്. ഇതിനെ ഓപ്പൺ ചെയ്ത് ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹിപ്നോസിസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാളെ കിട്ടിയാൽ അയാളെ ഹീൽ ചെയ്യുമെന്ന് പറയുന്നത് ഐ ഡോണ്ട് ട്രസ്റ്റ് യു. എനിക്കറിയില്ല ഈ ഒരു ഇന്റർവ്യൂ തീരുമ്പോൾ ഞാൻ ട്രസ്റ്റ് ചെയ്യില്ലെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. എന്നെ അങ്ങനെ ഒരാൾക്ക് ഫുള്ള് വായിക്കാം, എന്നെ എന്നല്ല ആരെയാണേലും ഫുള്ള് വായിക്കാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളൊരു മറയുണ്ട്. ഞാൻ എന്താ പറയുക, ജിനു പറയുന്ന ഫുള്ള് വിശ്വസിക്കില്ല. അല്ല, ജിനു പറയുന്നത് ഫുള്ള് വിശ്വസിക്കത്തില്ല. ലൈക്ക് ജിനുവിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നു. എനിക്കത് ജിനുവിനെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ജിനുവിൻ്റെ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല. പക്ഷേ എങ്കിലും ആസ് ദ പാർട്ട് ഓഫ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഈ തെറാപ്പി എടുക്കാൻ നിങ്ങൾക്ക് എത്ര സമയമാണ്, അല്ലെങ്കിൽ എത്ര സിറ്റിംഗ് ആണ്, അങ്ങനെയാണോ? എന്താ സംഭവം? ഇത് തെറാപ്പി എടുക്കാൻ സിറ്റിംഗ് വേണ്ടി വരത്തില്ല. സിറ്റിംഗ് ചില കേസുകളിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റുകളിലൊക്കെ ചില മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ചില പ്രോസസ്സൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഹീലിംഗ് സ്റ്റേജുകളിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഈ സ്കീസോഫ്രീനിയ പോലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ചില കേസുകൾ നമുക്കത് വർക്കൗട്ട് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവം ചിലപ്പോൾ ഒരു സെഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ 2 സെഷനൊക്കെ എടുക്കാം. അപ്പോൾ ഒരു സെഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് 1 അല്ലെങ്കിൽ 2 മണിക്കൂർ. 2 മണിക്കൂർ. ഒരു വ്യക്തി ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ എന്നെ പറഞ്ഞാൽ, എൻ്റെ 35 വയസ്സുള്ള ഒരു ലൈഫ് നിങ്ങൾ എങ്ങനെയാണ് 2 മണിക്കൂർ കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ ഹീൽ ചെയ്യുന്നത്? 2 മണിക്കൂർ കൊണ്ട് പ്രശ്നങ്ങൾ എല്ലാം ഹീൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ശരണ്യക്ക് ഒരു മെയിൻ ഇഷ്യൂ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണം, ശരണ്യക്ക് ഒരു മെൻ്റൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുക. മേ ബി മോർ കണക്റ്റഡ് ടു സംതിങ്, മേ ബി ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ടായിരിക്കാം അല്ലേ? അപ്പോൾ അതിനോട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇമോഷൻ കിടപ്പുണ്ടെങ്കിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരണ്യക്ക് ഇപ്പോൾ അതുണ്ട്. അങ്ങനെയാണ് നിങ്ങളിത് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് സാധാരണ ആളുകൾ വന്നു കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അവരുടെ ഉള്ളിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ്, ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നത്തിൻ്റെ റീസൺ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അവിടും തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മകൾ കിടക്കുന്നത് ചെയിൻ പോലെയാണ്. ഒരു മെയിൻ ഓർമ്മയുണ്ടാവും, ആ ഇൻസിഡൻറ്റോട് കണക്ട് ചെയ്ത് ചിലപ്പോൾ ഒരു പേടിയുടെ ഇമോഷൻ ആയിരിക്കും കിടക്കുന്നത്. ആ പേടിയോട് കണക്ട് ചെയ്ത് പല പല പേടിയുടെ ഇമോഷൻ ഇങ്ങനെ ലിങ്കായിട്ട് കിടപ്പുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ അമ്മയുടെ ഉദരം വരെ ചെല്ലും. അതാണ് നമ്മൾ പുറത്ത്. അപ്പോൾ ആ പേടിയുടെ പ്രശ്നമായിരിക്കും ബാക്കി എല്ലാ പ്രശ്നങ്ങളുടെയും ആധാരം. അത് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിന് 2 കാര്യങ്ങൾ. ഈ പേടിയുടെ നമ്മൾ റിലീസ് ആക്കുമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ 2 മണിക്കൂർ, ഇപ്പൊ 2 മണിക്കൂർ എന്നാണ് എന്നോട് പറഞ്ഞ ഒരു സെക്ഷനെ കുറിച്ചിട്ട് മിനിമം. ഓക്കെ, ചിലപ്പോൾ അതിൽ കൂടും, കൂടാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സിനിമയിലാണ് ഇത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയും, ക്ലോക്കിൻ്റെ ഒച്ചയിൽ ശ്രദ്ധിക്കൂ, അതിൽ ശ്രദ്ധിക്കൂ, എന്നിട്ട് ഇനി പറയൂ. അപ്പോൾ നമ്മൾ ഇയാളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഇതിന് സൊല്യൂഷനും പറയുന്നുണ്ട്. സൊല്യൂഷനും ഞാൻ ചോദിക്കുന്നു, ഒരു വ്യക്തിക്ക് ഈ സൊല്യൂഷൻ മതി എന്നാണോ, അതോ എല്ലാ വ്യക്തികൾക്കും ഇത്തരത്തിലുള്ളൊരു സൊല്യൂഷൻ ആണ് എന്നുള്ളൊരു പാറ്റേൺ ഉണ്ടോ? അങ്ങനെയില്ല. ഓരോ വ്യക്തികൾക്കും അയാൾ എടുക്കുന്ന ഇമോഷൻ അനുസരിച്ചാണ് ആ സൊല്യൂഷൻ വേണ്ടി വരിക. ചിലപ്പോൾ ഹൈപ്പർ ആയിട്ടുള്ള ഇമോഷൻ എടുക്കുന്ന ആളാണെങ്കിൽ അയാളുടെ ഇമോഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും. അതായത് ഇമോഷൻസ് ഒരുപാട് എടുക്കത്തില്ല, നോർമൽ സ്റ്റേജിലുള്ള ഇമോഷനിലേക്ക് പോകണം എന്നുള്ള സജഷൻ ആയിരിക്കും കൊടുക്കുക. ഇതേ സമയം ഈ ഇമോഷൻ അല്ലാതെ എടുക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ നോർമലായിട്ട് ഇമോഷൻസും
അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ അവരും ഈ ട്രോമ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ ഇമോഷൻ്റെ റിവേഴ്സ് വയ്ക്കത്തില്ല. അപ്പോൾ നോർമൽ സ്റ്റേജിൽ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം വളരെ നോർമലായിട്ടായിരിക്കും പോവുക എന്നായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ നീഡ് അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതെനിക്ക് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഈ ഹിപ്നോട്ടിസ്റ്റ് എന്നറിയപ്പെടാൻ അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ അതിന് കോഴ്സ് ഉണ്ടോ? ഇതിലേക്ക് ജിനു എങ്ങനെയാണ് വന്നത്? ഞാൻ വന്നിട്ട് ഇപ്പോൾ 4 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഹിപ്നോട്ടിസം നമ്മൾ എല്ലാവരും ഒരു പ്രൊഫഷണലി നമുക്ക് തെറാപ്പി ഹിപ്നോട്ടിസം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പഠിക്കാന്നാണോ? ചെയ്യാം, പഠിക്കാം. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാമോ? എങ്ങനെ പഠിക്കാം. പക്ഷേ ഹിപ്നോ തെറാപ്പി ചെയ്യാൻ പാടില്ല. ഹിപ്നോ തെറാപ്പി എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ 2 മണിക്കൂർ ചെയ്യുന്ന പ്രോസസ്സ് അതൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ക്വാളിഫിക്കേഷൻ? ക്വാളിഫിക്കേഷൻ നമുക്ക് ശരിക്കും പറയാൻ പാടില്ലാത്താണെങ്കിൽ ഞാൻ പറയാം. നമുക്കൊരു മാസ്റ്റർ ഡിഗ്രി എന്തെങ്കിലും ഒന്നൊരു സൈക്കോളജിയിൽ ഒരു മാസ്റ്റർ ഡിഗ്രി വേണം, അല്ലെങ്കിൽ MSW വേണം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുള്ളവർക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് ഈ പ്രൊഫൈൽ വേണ്ടി വരിക ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയണമെങ്കിൽ ഇത് വേണം. ജിനു ഇതിലേതാ പഠിച്ചത്? ഞാൻ അമേരിക്കൻ ഹിപ്നോട്ടിക് അസോസിയേഷനിൽ നിന്നാണ് ഹിപ്നോസിസ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ക്വാളിഫൈഡ് ആണ്. പിന്നെ ഞാൻ മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ MSW ആണ്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഞാൻ MSW കൗൺസിലിംഗ് ആണ്. അപ്പോൾ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ നമ്മൾ പല ആളുകളും ഞാൻ നേരത്തെ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ വളരെ പെരിഫറലാണ്, നമുക്കത് പുറത്തേ നിൽക്കത്തുള്ളൂ, ഉള്ളിലേക്ക് പോകില്ല. അത് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൗൺസിലിംഗ് സെഷന് പോയിട്ട് വരുമ്പോൾ അവർ പിന്നെയും വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകളാണ് ശരിക്കും ഈ വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആളുകൾ എൻ്റെ അടുത്ത് നേരത്തെ ഞാൻ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വീണ്ടും റിപ്പീറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് എന്തുകൊണ്ടാണ് ഇത് ചേഞ്ച് വരാത്തതെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഹിപ്നോസിസ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് അവർ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതും അവരത് മാറ്റം. അത് ഇൻസ്റ്റൻറ്റ് ചേഞ്ചാണ്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ടീ എന്നൊക്കെ പറയുന്ന പോലെ ഇൻസ്റ്റൻറ്റ് ചേഞ്ചാണ്. അതായിരുന്നു എൻ്റെ ഡൗട്ടും. അതായത് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം ഒരു ഡിപ്രഷനോ അല്ലെങ്കിൽ സൈക്കിക് പ്രോബ്ലമോ അല്ലെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് ഡാമേജ് ആവുന്ന മനുഷ്യന്മാരാണ് എല്ലാവരും. അതെ, മനുഷ്യന്മാർക്ക് ഇമോഷൻ പെട്ടെന്ന് വരും. ചിലവർ പെട്ടെന്ന് അത് പ്രകടിപ്പിക്കും. ദേഷ്യമാണേലും സങ്കടമാണേലും ചിരിയാണേലും പൊട്ടിച്ചിരിയാണെങ്കിലും ഒക്കെ പ്രകടിപ്പിക്കുന്നവരുണ്ട്. അവരൊക്കെ ഈ ഒരു സൈക്കോളജിക്കലി ചെന്ന് കഴിഞ്ഞാൽ 5, 6, 7, 8 സെക്ഷൻ, അതായത് നിങ്ങൾ പോകൂ, നിങ്ങളത് ഇന്നത് ചെയ്യൂ, മെഡിസിൻ എടുത്ത് വിടുന്നൊരു സാധനമുണ്ട്. അതിനെ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഹീൽ ചെയ്യും എന്ന് പറഞ്ഞതാണ്. ഞാൻ പ്രൂവ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഇപ്പം ഞാൻ പറയാം. ഇതിൽ ശരണ്യ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാത്ത ഒരാളാണ്, ഉള്ളിൽ വയ്ക്കുന്ന ഒരാളാണ്. ശരിയല്ലേ? ആണ്. അല്ല, ശരണ്യയുടെ വിഷമങ്ങൾ ശരണ്യ ഉള്ളിൽ വയ്ക്കും. ഇപ്പോൾ കരച്ചിൽ വന്നാൽ കരയില്ല, പിടിച്ചു വെച്ചോണ്ടിരിക്കും. പക്ഷേ ചില ഇമോഷൻസ് വരുമ്പോൾ അത് പിടിച്ചു വയ്ക്കാറില്ലേ? അങ്ങനെയില്ല. ഞാൻ പറയാം, ഇപ്പൊ പറയുന്നതിൽ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഇമോഷൻസ് വന്നാൽ ഞാൻ അതിപ്പോ ചിരിയാണെങ്കിലുണ്ടല്ലോ, ഞാൻ സദസ് പോലും നോക്കത്തില്ല, ഞാൻ പൊട്ടിച്ചിരിക്കും. എന്റെ ചിരി കേട്ടിട്ട് ഒരു ദിവസം ഇവിടെ തന്നെ ഞങ്ങളുടെ MD ഉണ്ടായിരുന്ന സമയത്ത് എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്ക് ചിരി വന്നു, ഞാൻ ചിരിച്ചു. എല്ലാവരും പറഞ്ഞു അതൊക്കെ ചിരിക്കാൻ. പക്ഷെ എൻ്റെ ചിരിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സങ്കടം അതുപോലെ തന്നെ. ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ആളുകളുടെ സങ്കടം കേട്ടാൽ പെട്ടെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യും, അവർ മാറും, പിന്നെ ഞാനാകും. അങ്ങനെ ഞാൻ ഇമോഷൻസ് ക്യാരി ചെയ്യാറുണ്ട്. പിന്നെ പൊതുവെ ആളുകളോട് അങ്ങനെ നമ്മുടെ ഇമോഷൻസ് എല്ലാവരും പറയും. ഇപ്പം എന്താ പറയുക, ജിനുവിൻ്റെ വരുമ്പോൾ നിങ്ങൾ ഡോക്ടറാണ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഓപ്പൺ അപ്പ് ആവും. അങ്ങനെയുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ല, അപ്പം എനിക്ക് മനസ്സിലായി. ശരണ്യയുടെ കണ്ണ് കാണുമ്പോൾ അറിയാം ശരണ്യ എന്തോ ഒരു ഇമോഷൻ ലോക്കായിട്ടാണ് ഇവിടെ ഇരിക്കണമെന്ന് എനിക്കറിയാം. മനുഷ്യന്മാരല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കാതെ ഇങ്ങനെ. ഇപ്പം ഞാൻ പറയാം, ചില ആളുകൾ ഇമോഷൻസ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും കുറേ നേരം. ചിലപ്പോൾ അവർ തനിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ റിലീസ് ചെയ്യുന്നത്. പക്ഷേ തനിച്ചിരുമ്പോൾ റിലീസ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വീണ്ടും ഈ സാധനം തന്നെയാണ് വീണ്ടും തിങ്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ട്രിഗർ, ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ശരണ്യ ഈ വീടിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നിട്ടാണ്, മൂലയ്ക്ക് ചെല്ലുമ്പോഴാണ് ശരിക്കും കംഫർട്ടബിൾ ആകുന്നത്. ആ സമയത്ത് ചിലപ്പോൾ കരച്ചിൽ വരും, ഇമോട്ട് തന്നെ ഇരിക്കുന്ന സമയമായിരിക്കാം. നെക്സ്റ്റ് ഡേയും ഇവിടെ ചെന്നിരുന്നാലേ ശരണ്യക്ക് ആശ്വാസം ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? അത് ഇമോഷൻ അവിടെ കിടക്കുന്നുണ്ട്, ആ ഇമോഷൻ അവിടെ ഉണ്ടാകും. ഇതിനെ നമ്മൾ പ്രോസസ്സ് ചെയ്താണ് ഹിപ്നോസിസിലൂടെ ആ തോട്ടിനെ നമ്മൾ പതുക്കെ മാറ്റി വയ്ക്കും. ഇതാണ് ഹീലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഞാനത് എക്സാമ്പിൾ ഇട്ടുന്നുള്ളൂ. ഇതിന്റെ പാട്ടൊന്നുമല്ല. ഈ ഹിപ്നോട്ടിസ്റ്റുകാരൊക്കെ ഇങ്ങനെ മുടി വളർത്തണം എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. ഇത് മുടി വളർന്നപ്പോൾ വളർന്നുള്ളൂ. ആ പാട് നമുക്ക് വളർത്താൻ പറ്റുന്ന സാധനം നഖവും മുടിയും മാത്രമേ. പണ്ട് വീട്ടിലാകുമ്പോൾ മുടി വെട്ടുമ്പോൾ അമ്മ വഴക്ക് പറയും എപ്പോഴും. അപ്പം ഞാൻ പറയാം, അമ്മ മനുഷ്യ ശരീരത്തിൽ വളർന്ന 2 സ്ഥാനമേ ഉള്ളൂ, ഒന്ന് നഖവും മുടിയാണ്. അതൊരു കാഴ്ചപ്പാടാ. മുടി വെട്ടരുത്, അല്ല മുടി നീട്ടരുത്, നഖം മുറിച്ച് കളയണം, സന്ധിക്ക് നഖം മുറിക്കരുത്, കടം കയറും. ഇതൊക്കെ ഹിപ്നോട്ടിക് സജഷൻസ് എന്ന് പറയും. പണ്ട് മുതലേ നമുക്ക് ചെറുപ്പത്തിലേ ഓരോരുത്തർ ഇട്ട് തരുന്ന സജഷൻ. നീ ഒരിക്കലും നന്നാകരുത്, അവൻ നന്നാവൂല, ഇവൻ നന്നാവൂല. സ്കൂളിൽ കയറുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് ആണെങ്കിലും സ്കൂളിൽ ടീച്ചർമാർ പറയും. ടീച്ചർമാർ കുറ്റം പറയുന്നില്ല, പക്ഷെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട്.
നമുക്ക് വരുന്ന കുട്ടികളുടെ ക്ലയൻസ് ഒരുപാട് വരുന്നുണ്ട്, പേരൻസുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ സ്റ്റേജിൽ കയറാൻ പേടിയുള്ള കുട്ടി ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടിയുടെ റീസൺ എന്ന് പറയുന്നത് ഇവന് കാരണം ഒന്നും അറിയില്ല, പേരൻസിനും അറിയില്ല, നന്നായിട്ട് സ്റ്റേജിൽ കയറി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കാം. പെട്ടെന്ന് സുപ്രാതം നിർത്തി സ്റ്റേജിൽ കയറുള്ള പേടിയാണ്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവന് സ്റ്റേജിൽ കയറി നിന്നപ്പോൾ ടീച്ചർ കളിയാക്കിയിട്ടുണ്ടാവും, ചില വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അത് ഭയങ്കരമായിട്ട് എടുക്കും. കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കാണ് ശരിക്കും എഫക്റ്റീവായിട്ട് വരിക. കാരണം അവരുടെ മനസ്സ് വളരെ ഫ്രെജൈലാണ്. അവിടെ നമുക്ക് ശരിക്കും പ്രോഗ്രാം ചെയ്യുന്ന ഇവർ നല്ല സൂപ്പർ കുട്ടികളായിരിക്കും. പിന്നെ സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ ഒരുപാട് വരും. എനിക്കിപ്പോൾ സ്കൂളിലെ കാര്യം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഓർമ്മ വന്നതാ. ഇപ്പം ഈ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയത്തില്ല, സന്ധ്യയ്ക്ക് നഖം വെട്ടരുത്, ചൂള വടിക്കരുത്, കല്ല് കളിക്കരുത്, വീട്ടിൽ കടം കയറും, അങ്ങനെയൊക്കെ ഒരുപാട്. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ മറ്റേ അടി കിട്ടാതിരിക്കാൻ ഒറ്റക്കൈ കൊണ്ട് പാണല് കിട്ടിയ ആൾക്കാരാ ഞാനൊക്കെ. അത് തന്നെ, അത് ശരിക്കും പറയാം. നമ്മളങ്ങനെ ഇടുമ്പോഴേക്കും നമ്മൾ പറയുകയാണ്, ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഞാനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അടി കിട്ടാണ്ടിരിക്കാൻ നമ്മൾ കുരുമുളക് വയലിടും. കുരുമുളക് അപ്പോൾ അടിക്കുമ്പോൾ കുരുമുളക് ഇട്ട് കടിച്ചാൽ അപ്പോൾ കുരുമുളകിൻ്റെ വേദനയുള്ളൂ, അടിയുടെ പെയിൻ കിട്ടുന്നില്ല. അതൊരു സജഷനാണ്, നമുക്ക് ഇത് പെയിൻ ആകില്ല എന്നുള്ള സജഷൻ കിടക്കണം. ഇതേപോലെ എത്രയോ സജഷൻസ് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. മനസ്സിലായോ? അതാണ് ഒരു മനുഷ്യന് 35 വയസ്സായി കഴിയുമ്പോഴേക്കും ഇവൻ്റെ മനസ്സിലേക്ക് ഫുള്ള് ലോഡായി വരുന്ന ഇൻഫർമേഷൻ. റെമഡീസ് ഇല്ല, പ്രോബ്ലംസ് ആയിരിക്കും. അതുപോലെ തന്നെ ഹിപ്നോട്ടിസം മാത്രമല്ല ചെയ്യുന്നത്, വേറെ 2 കാര്യങ്ങളും. അതെ, ഞാൻ ഹിപ്നോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഹിപ്നോട്ടിസം വെച്ചാൽ ഹിപ്നോട്ടിസം നമ്മൾ ഷോയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. അത് ഇപ്പം പബ്ലിക്കിൽ കാണിക്കാനും കൂടെ അത് മനസ്സിൻ്റെ പവർ കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൂളാണ് ഹിപ്നോട്ടിസം. പക്ഷേ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഈ തെറാപ്യൂട്ടിക്കലി ക്ലിനിക്കലി നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഇമോഷണലി മൊത്തം ആളെ റെഡിയാക്കി ലൈഫ് ലോങ് ഒരു സക്സസ്ഫുൾ വ്യക്തിയാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറയാം. പക്ഷേ അത് ഇൻഫാക്ട് അതിനൊരു കണ്ടീഷനുണ്ട്, അത് 99% വ്യക്തിയുടെ താല്പര്യവും അനുസരിച്ചായിരിക്കും കൂടുതൽ വരിക. നമുക്ക് ഒരാളെ പിടിച്ച് നിർത്തി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റില്ല. നീഡാണ് അവിടെ പ്രധാനം. ഞാനൊരു വീഡിയോ ഞാൻ കണ്ട, ഒരു ചെറുക്കൻ കൊച്ച് താറാവിന് കോഴീന് കണ്ടിരുന്നോ ഹിപ്നോട്ടിസം ചെയ്യുവാണ്. അവൻ താറാവിന്റെ വയറിൽ ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ ഉറങ്ങടാന്ന് പറയുമ്പോൾ അതിരുന്ന് ഉറങ്ങുന്നു. അത് വർക്ക് ചെയ്യും. നമ്മൾ ഹിപ്നോട്ടിസിൻ്റെ ഒരു സ്റ്റേജാണിത്. അപ്പോൾ ഉദാഹരണം, നിങ്ങൾ പണ്ടൊക്കെ കിട്ടുന്നുണ്ട്, അമ്മയുടെ മടിയിൽ കിടന്ന് കഴിയുമ്പോൾ അമ്മ പതുക്കെ തലയെക്കൂടെ ഇങ്ങനെ കൈ ഓടിച്ചുമ്പോൾ തന്നെ ഉറങ്ങിപ്പോകില്ലേ, അതൊരു പാർട്ട് ഓഫ് ഹിപ്നോട്ടിസമാണ്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏതെങ്കിലും ചില പോർഷൻസ് ഉണ്ട് നമ്മുടെ തലച്ചോറിനകത്ത് അല്ലെങ്കിൽ ബ്രെയിനിൽ കൂടുതലും നമുക്ക് ഇൻസെൻസ് കിട്ടും, അതായത് നമുക്ക് കൂടുതൽ ഇമ്പൾസസ് കിട്ടും ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ തലയിൽ ഇവിടെ പതുക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടമറിയുന്ന ഉറങ്ങിപ്പോകും. നമ്മൾ ബ്യൂട്ടി പാർലറിൽ കയറി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകില്ലേ, ആ ഉറക്കം ആണ് ശരിക്കും ഹിപ്നോസിസ്. അത് കണ്ടിന്യൂ ചെയ്ത് അത് പ്രോസസ്സായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഹിപ്നോട്ടിസം യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ഉറക്കുന്നതിൻ്റെ ഭാഗമാണ്. ഈ 2 ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ഹിപ്നോട്ടിസം ഉണ്ട്, മെസ്മറിസം. മെസ്മറിസം എന്ന് പറയുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാകാൻ സാധ്യത കുറവായിരിക്കും. പക്ഷെ കേട്ടിട്ടുള്ളവർക്ക് എന്താണെന്ന് അറിയില്ലായിരിക്കും, അറിയാവുന്നവർക്ക് വിശദീകരിക്കാനും പറ്റില്ലായിരിക്കും. 3 കാര്യങ്ങൾ അതായത് മെസ്മറിസം എന്ന് പറയുന്ന ടൈം, അത് ഹിപ്നോസിസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ, അതിന് മുമ്പാണ് മെസ്മറിസം ഉണ്ടായത്. അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തൊരു ശാസ്ത്രമായിട്ട് പോയി മെസ്മറിസം. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തത് ഫ്രാൻസ് ആൻഡൻ മെസ്മർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടെലിപ്പതി എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ അവിടെ നിന്ന് അപ്പോൾ ഇവനെ വിളിക്കുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു, നിന്നെ വിളിക്കാൻ ഫോൺ എടുത്തോളൂ. ഇതൊരു മെസ്മറിസത്തിൻ്റെ ഒരു പാർട്ട്, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞതുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എനർജൈസ് ചെയ്തിട്ടാണ് നമ്മളൊരാളെ മെസ്മറൈസ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം, ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ എനിക്ക് ലൈവായിട്ട് ഒരാൾ ഇവിടെ ഇരിക്കണം. ഇപ്പോൾ ശരണി ഇവിടെ ഇരിക്കേണ്ട, ശരണി എനിക്ക് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും, അതൊരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടല്ലോ. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഇല്ലാതെ ഒരു 3 മുറിക്ക് അപ്പുറം ഇരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ വേറൊരു വീട്ടിലിരിക്കുന്ന ഒരാൾ നമുക്ക് സുഖമായിട്ട് മെസ്മറൈസ് ചെയ്യാൻ പറ്റും. ആളെ അറിയണമെന്നുണ്ട്, ആളുടെ ഫോട്ടോ കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടിയാൽ മതി. പിന്നെ അല്ല, ഞാനിതിന് എനർജിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അല്ല, 2 ചോദിക്കാവേ. ഒന്ന് നമ്മുടെ ക്ലിനിക്കലി ഉള്ള ഒരു കാര്യം, 2 ഇതിനെ എങ്ങനെ മിസ്യൂസ് ചെയ്യുന്നത്. ഇപ്പം 3 വീടിന് അപ്പുറത്തുള്ള ഒരു പെണ്ണിനെ ജസ്റ്റ് ജിനു എനിക്ക് തോന്നി അങ്ങോട്ടാണ്. നമുക്ക് കുൽസിതമാണല്ലോ ജിനത്, തമാശയല്ല. നമുക്ക് ഇതിൽ ഒരു നെഗറ്റീവ്സ് ഞാൻ പറയാം, കമന്റ് ആയിട്ട് ഒരാൾ ചോദിച്ചാൽ ഞാൻ എനിക്ക് അപ്പൊ ചോദിക്കാൻ പറ്റില്ല, എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ ജിനുവിനെ വിളിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 3 വീടിന്റെ അപ്പുറമുള്ള ഒരാളെ ജിനു വന്നപ്പോ കണ്ടു എന്ന് വിചാരിക്കും. ജിനുവിന് അത് അവരെ എന്ത് ചെയ്യാനാ പറ്റുന്നത്, അവരെ അവിടെ ഈ എന്ത് എനർജി കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ പറ്റുന്നത്? നമുക്ക് ഒരു നീഡ് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ വേറെ ആ വീട്ടിലിരിക്കുന്ന ആൾ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, ഇപ്പം വലിയ ലീഡറായിട്ട് ഒരാൾ, അപ്പോൾ അയാൾ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, മനസ്സിൽ ആലോചിച്ചിട്ട് ഇന്നയാൾ വിളിക്കണം, ഇന്നയാൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല.
ഓക്കെ, മനസ്സിലായോ? അത് ഹയർ എനർജി എന്ന് പറയും. പിന്നെ നമുക്കിപ്പോൾ ഒരാൾക്ക് നീഡ് ഉണ്ടാവല്ലോ. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ശരണ്യയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരണ്യ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് മനസ്സിന് ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ ഒരു ഹീൽ വേണം. എനിക്ക് ശരണ്യനെ അറിയാമെങ്കിൽ ഇപ്പോൾ ശരണ്യ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശരണ്യ നീഡ് അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഇപ്പോൾ 3 വീടിന് അപ്പുറത്തേക്ക് പെണ്ണിനെ ചെയ്യാൻ പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് ട്രിക്ക് വേണം, എനിക്ക് കുറച്ച് പേരെ വളയ്ക്കാറുണ്ട്. അത് മനസ്സിലായി. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു ആങ്കർ, നമ്മുടെ തന്നെ ചാനലിന്റെ ആങ്കർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പൊ ശരണിക്ക് അതൊരു വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു. തീർച്ചയായും ഞാനിത് പോകുന്നതിന് മുമ്പ് ശരണിക്ക് ഞാനിപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവം ചെയ്യുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയും. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് മുതലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് സേവ് ആയിട്ടുണ്ടാവും, ചെറുപ്പം മുതലുള്ളത്. പിന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ളത്. ഇതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫുണ്ട്. അതിന് പറയാൻ കാരണം നമ്മുടെ ജീൻ വഴിയാണ് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഞാൻ പോകുന്നില്ല, ആൾക്കാർ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറയും, വേറെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സിമ്പിൾ എന്ന് പറയുന്നത് ഒരു അണ്ടവും ബീജവും സങ്കലിച്ച് കഴിയുമ്പോൾ അതിനകത്ത് ബീജം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ എഡ്ജിലാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, DNA. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസിൽ അണ്ടം ബീജത്തിലേക്ക് അണ്ടത്തിലേക്ക് ബീജം പെനട്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടെയിൽ കട്ടായി കഴിഞ്ഞാൽ പെറ്റേണൽ മെമ്മറി, ഫാദറിൻ്റെ മെമ്മറി പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ആ മെമ്മറി ഏതിലാണോ കൂടുതൽ കിടക്കുന്നത് ആ തലമുറ വഴി ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഏകദേശം 7 തലമുറ വരെ അതിലും കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ 7 തലമുറയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നമുക്കറിയില്ല എന്ന് പറഞ്ഞത് അത് പ്രൂവ് ചെയ്യണം. അത് ഇവിടെ പ്രൂവ് ചെയ്തിട്ട് ഈ വോളിനെ വിടത്തുള്ളൂ. ഞാൻ ശരണ്യനെ പ്രൂവ് ചെയ്ത് കാണിക്കാം. ശരണ്യക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ശരണ്യ നമുക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യാം. തീർച്ചയായും താല്പര്യമുണ്ട്. നമുക്ക് ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാം. അതിനിപ്പുറം ഞാൻ പണ്ട് ഞാനിത് ക്യാമറയ്ക്ക് മുന്നേ പറയണേ, എന്നെ ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാണ്, ഞാൻ വിചാരിക്കുന്നത് ഏതോ ഒരു രാജ്യത്തെ രാജ്ഞി തന്നെയായിരുന്നു ഞാൻ. രാജ്ഞി അല്ലെങ്കിൽ ലൈക്ക് ഏൻഷ്യൻ്റ്. ഐ ബിലീവ് ദാറ്റ് ഞാനൊരു ഏൻഷ്യൻ്റിന് ജീവിച്ചിട്ട് ഇപ്പോൾ വന്നത്. കാരണം ഒരുപാട് സിമിലാരിറ്റീസ്, സിംറ്റംസ് ലൈക്ക് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ. ഈ സംഭവം തന്നെയാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം. അതായത് മോസ്റ്റ് ഓഫ് ദ കേസിൽ ഇതേ മെമ്മറി ആയിരിക്കും ആ ആളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് അതല്ല എങ്കിലും ആണെങ്കിലും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എൻ്റെയാണ്. തീർച്ചയായും. ഒരു മാറ്റവും ഇല്ല. കാരണം ഞാൻ ബിലീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ബിലീവ് തെറ്റാണെന്ന്. ഞാനൊരു രാജ്ഞി, അല്ലെങ്കിൽ രാജ്ഞി മീൻസ് അന്നത്തെ കാലത്തെ ലൈക്ക് ഞാൻ ഹിസ്റ്ററി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ ബുദ്ധമതമൊക്കെ ഉണ്ടായ ഒരു ഇതൊക്കെ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഞാനതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്ന ആളാണ്. ഒരാൾ പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് കേൾക്കുക മാത്രമല്ല, അതിന് ഞാൻ വിഷ്വലൈസ് ചെയ്യും. ആ കാലഘട്ടം അതൊക്കെ ഞാനിങ്ങനെ അപ്പം എന്നെ സംബന്ധിച്ച് ബുദ്ധമതം പഠിച്ച ഒരു സമയത്തൊക്കെ അതിന് മുന്നേ ഉള്ള ആളുകളുടെ എങ്ങനെ ഇവിടെ ജാതി ശ്രേണി ഉണ്ടായി, എങ്ങനെ ഇവിടെ മതങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഉള്ളൊരു പഠനമുണ്ട്. അപ്പം എൻ്റെ ചിന്തകളിൽ അതിന് മുന്നേ ഉള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. ലൈക്ക് നമ്മളുടെ അറിയപ്പെടുന്ന നമ്മൾക്ക് കിട്ടിയ ഇത് വെച്ചിട്ട് ഹിന്ദു നദിയുടെ സംസ്കാരം മുതലുള്ള ഒരു ഇത് പഠിക്കുമ്പോൾ അതിന് മുന്നേ ഉള്ള നോർമലായിട്ടൊരു സ്ത്രീയായിട്ടാണ് ഞാൻ എന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പം ശരണ്യ പറഞ്ഞല്ലോ, ശരണ്യ ഒരു രാജ്ഞിയായിരുന്നു, ആ ഒരു രാജ്യം പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കില്ല ഇൻഫർമേഷൻ കിട്ടുന്നത്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വിചാരമേ പറഞ്ഞുള്ളൂ. കാരണം ഇപ്പം പറഞ്ഞത് ശരണ്യയുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഓൾറെഡി ആ ഇൻഫർമേഷൻ എവിടെയോ സേവ് ആയി കിടക്കണം. ഒന്നുകിൽ നമ്മൾ പഠിച്ച ചരിത്ര പുസ്തകങ്ങളിൽ കിട്ടിയതായിരിക്കും, പല ആളുകൾ പറഞ്ഞതായിരിക്കും, സിനിമ കണ്ടതായിരിക്കാം, ഇതൊക്കെ അവിടെ കിടപ്പുണ്ടാവും. പക്ഷേ കിട്ടുന്ന സംഭവം വേറെ ആയിരിക്കും. ചിലപ്പോൾ ഉദ്ദേശിച്ച സംഭവം ആയിരിക്കത്തില്ല, ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇടുമ്പോൾ കിട്ടും. എനിക്കിപ്പോൾ അവിടെയാണ് പ്രൂഫ് എന്ന് പറയുന്നത്. ഇപ്പം എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതെന്നറിയോ, നാഗവല്ലിയുടെ നാഗവല്ലി അതിനകത്ത് പറയത്തില്ലേ, പലപ്പോഴും നാഗവല്ലിക്കകത്ത് ഉറങ്ങിക്കിടന്ന ആ പടം കാണുമ്പോൾ നാഗവല്ലി ആവുന്നു. ലൈക്ക് അതുപോലെ തന്നെ നമുക്ക് ഏതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്? ലൈക്ക് മെസ്മറിസം ആണോ? മെസ്മറിസം ചെയ്യാം, കുഴപ്പമില്ല. ഇതാണ് ഞങ്ങളുടെ ആങ്കർ. അപ്പം അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. മെസ്മറിസം ഹിപ്നോട്ടിസം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് രണ്ടും ഹീലിംഗിനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ മെസ്മറിസം എന്ന് പറയുന്നത് ശരിക്കും ഫുൾ എനർജി ഹീലിംഗ് എന്ന് പറയും. എനർജിയാണ് നമ്മുടെ എനർജി. അത് ശരിക്കും അതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ മാഗ്നറ്റിക് ഫ്ലൂയിഡ് ഉണ്ടെന്ന് പറയാം. അതായത് നോർത്ത് സൗത്ത് പോൾ ഉണ്ട്. അത് ഇൻഫാക്ട് ഇറ്റ് ഇസ് റിയൽ. ആ മാഗ്നറ്റിക് ഫ്ലൂയിഡിൻ്റെ ഓൾട്രേഷൻ വരുത്തിയാണ് ശരിക്കും ഹീലിംഗ് നടത്തുക. അതായത് എന്ത് പല രീതി ഈവൻ ഹെമറോയിഡ്സ് വരെ ഹീൽ ചെയ്യാൻ. അതായത് ഈ പറയുന്ന നിങ്ങളുടെ ഈ പീരീഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടല്ലോ, ഇറഗുലർ പീരീഡ്സ് ഒക്കെ, ഇതൊക്കെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഹീൽ ചെയ്യും. ഇത് ഓട്ടോ ഹീലിംഗ് ആണ്.
ഓക്കെ. അപ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡി എനർജൈസ് ഹീൽ I'm so ചെയ്യുന്ന excited. എക്സൈറ്റഡ് ആണ്, ചെറിയ ടെൻഷൻ ഉണ്ട്. അപ്പം Tension ഇല്ലാന്ന് ഇത് അഭിനയിച്ചിരിക്കുകയാണ്. ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസ് താങ്കൾ ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ആയിരിക്കും ഇരിക്കുക. ഇവിടെ ഇരിക്കുന്നത്. സാധാരണ നമ്മൾ എണീറ്റ് ചെയ്തിട്ടാണ് അവിടെ അടുത്ത് നിന്നിട്ടാണ് ചെയ്യേണ്ടത്. ആ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ചെയ്യാം. അപ്പം ആദ്യം റെഡി അല്ലേ? Yes, yes. ശരി, ടെൻഷൻ അടിക്കണം, റിലാക്സ് ചെയ്തിരുന്നാൽ മതി. Relax. കൈ മടിയിലേക്ക് കമത്തി വെച്ചു. Okay. ഓക്കെ ഓക്കെ, വളരെ റിലാക്സ്, കണ്ണടച്ചിരുന്നു. പതുക്കെ ശ്വാസം എടുത്ത് റിലാക്സ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഞാൻ 10 വരെ പതുക്കെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആതിര ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ടോട്ടലി റിലാക്സ്ഡ് ആയിട്ട് വീഴും. ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ എഴുന്നേക്കാലോടെ. അതിൽ യു ഗോയിങ് ടു ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ ആട്ടോ. മൈൻഡ് ശരീരം കണ്ടോ റിലാക്സ്ഡ് ആണ്, ഒരു ടെൻഷനും ഇല്ല. ടോട്ടലി ശരീരം പൂർണ്ണമായിട്ട് റിലാക്സ്ഡ് ആണ്. അതിൽ മൊത്തം മാറിവിടുന്നുണ്ട്. ഇമോഷൻസ് ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ കരച്ചിൽ വരാം. എന്തെങ്കിലും ഇമോഷൻ ട്രിഗറായിട്ട് വരുന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ അത് ഇപ്പോൾ പതുക്കെ എക്സ്പ്രസ് ആയിട്ട് തുടങ്ങും. പതുക്കെ ചിലപ്പോൾ കരച്ചിലാണെങ്കിൽ കരച്ചിലിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോയിട്ട് ടോട്ടലി റിലാക്സ് ആയിട്ട് ഈ സെഷനിൽ നിന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിരിക്കും. ഒരു രീതിയിലുള്ള ടെൻഷനോ ഫ്രസ്ട്രേഷൻസും ഇല്ലാതെ ഭയങ്കര ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയിരിക്കും. കേട്ടോ. ഡീപ്പർ അതിൽ എത്ര ശ്രമിച്ചാലും കണ്ണ് തുറക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ലോക്ക് ലൈക്ക് എനിത്തിങ്. കൈകൾ കംപ്ലീറ്റ്ലി നമ്പായിരിക്കും. ഒരു രീതിയിലുള്ള സെൻസേഷൻ ഇല്ലാതെ ടോട്ടലി റിലാക്സ്ഡ് ആയിരിക്കും. ഓക്കെ, ടോട്ടലി റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ കൈ തൊടുകയാണ്, ഇവിടുന്ന് തൊട്ട് ഇവിടം വരെ ഒരു രീതിയിലുള്ള സെൻസേഷൻ ഉണ്ടായിരിക്കില്ല. ഇനി തൊട്ടാലോ പിച്ചാലോ മാന്തിയാലോ ഒന്നും ഒരു രീതിയിലുള്ള ഇമോഷൻസോ ഒരു രീതിയിലുള്ള ഫീലിങ്സോ ഇല്ലായിരിക്കും. തൊട്ടതുപോലെ അറിയില്ല. ഓട്ടോ ഹീലിംഗ് ആയിരിക്കും. ഇതിനുള്ള സിംറ്റം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കലും ഈ കണ്ണിൻ്റെ ഫ്ലിക്കറിങ് എന്ന് പറയും, ഡീപ്പായിട്ട് പോയിട്ടുണ്ടോ നമുക്ക് അറിയാനുള്ള ഒരു സിമ്പിളാണ്. കണ്ണ് ഇങ്ങനെ കണ്ണടിച്ചുകൊണ്ടിരിക്കും. അത് പ്രൂഫാണ്, നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പ്രൂഫാണ്. അതായത് ഇയാൾ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ് എന്ന അവസ്ഥയിലേക്ക് പോയി. ഇത് എത്ര നേരം കഴിഞ്ഞാൽ ഇങ്ങനെ കടന്നോളും വേണമെങ്കിൽ കുഴപ്പമില്ല. ഓട്ടോ ഹീലിംഗ് ആയി കഴിയുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് വരും. ഇതാണ് ഹിപ്നോസിസ്. നിങ്ങളിപ്പോൾ എനിക്കതിപ്പോൾ ആരും സംസാരിക്കുന്നില്ല, മിണ്ടാട്ടം മുട്ടിപ്പോയെന്ന് തോന്നുന്നില്ല. അല്ല, ഞങ്ങൾക്ക് സംസാരിച്ചാൽ അത് ആതിരയ്ക്ക് കേൾക്കാൻ പറ്റില്ല. ഇല്ല, നിങ്ങൾ സംസാരിച്ചാലും ഇപ്പോൾ ഞാൻ പറയണത് ആതിര എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കത്തുള്ളൂ. ബാക്കി ശബ്ദങ്ങൾ എന്ത് വന്നാലും ആതിരയ്ക്കൊന്നും ഫീൽ ചെയ്തില്ല. എൻ്റെ ശബ്ദം ഡീപ്പായിട്ട് DTS പോലെ ആതിരയുടെ മനസ്സിലേക്ക് കയറും. ഈ സെഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡീപ്പായിട്ട് മാറി എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മാറി ആതിര ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതിന് ഞാൻ കുറേ സെഷൻസോടെ തരാം. ഇത് ഞാൻ മെസ്മറിസവും ഹിപ്നോസിസും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നത്, മിക്സ് ചെയ്ത്. എനിക്ക് എണീറ്റ് വരാൻ പറ്റുമോ? അപ്പോൾ ആർക്കും എണീറ്റ് വരാമല്ലോ. എനിക്കിപ്പോൾ എണീറ്റ് വരാം. അതിലേക്ക് എന്തെങ്കിലും ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് ടോട്ടലി ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ആ ഇമോഷൻസ് എന്താണ് അതേപോലെ അതിലൊക്കെയാണ്. ഓക്കെ, ബട്ട് ഷീ ഈസ് ഹീലിംഗ്. കുറേ പ്രോസസ്സ് ഉണ്ട്, അത് ഹീലിംഗ് ആണ്. ഇമോഷൻസ് എല്ലാം പതുക്കെ ഹീൽ ചെയ്ത് ആദ്യം ഭയങ്കര ഫ്രഷ് ആയിട്ടായിരിക്കും എഴുന്നേറ്റ് വരിക. ഞാൻ ഒരു 5 മിനിറ്റ് സമയം കൊടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആദ്യം ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് വന്നു. ഞാനിപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ നമ്പാക്കി തരാം. അപ്പോൾ നിങ്ങൾ പിച്ചിയാലോ മാന്തിയാലോ ഒന്നും ഫീൽ ചെയ്തില്ല. അതൊരു ഹിപ്നോസിസിൻ്റെ ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ മെസ്മറിസിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോകും. അതിൽ ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനാണ്. ഡീപ്പർ അതിൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇമോഷണൽ ട്രോമ എന്താണെന്ന് എടുത്ത് കംപ്ലീറ്റ്ലി റിലീസാകട്ടെ കേട്ടോ. ഇനി അത് വേണ്ട ആതിരയുടെ ലൈഫിൽ. ആതിര ലോകത്തിലെ ഏറ്റവും മിടുക്കിയാവുന്ന ഒരു ആങ്കറാകാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മനസ്സിലുള്ള സ്വപ്നം അതായിരിക്കും ഒരു പക്ഷേ. ഞാൻ 1 തൊട്ട് 5 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും ആതിരയ്ക്ക് ശരിക്കും ആ ഇമോഷൻ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. 1 2 3 4 ഡീപ്പ് 5. അതതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറുവാണ്. ആ ഇമോഷൻ പെനട്രേറ്റ് ചെയ്ത് ശരിക്കും ഫീൽ ഇറ്റ് ഇസ് ഗോയിങ് അപ്പ്. ശരിക്കും അത് മനസ്സിൽ നിന്ന് ഉള്ളിലേക്ക് പോവാണ്. ഞാൻ വീണ്ടും 5 വരെ കൗണ്ട് ചെയ്യുമ്പോൾ അത് ഡിഗ്രി കൂടി വരും. 1
20% ആയിട്ട് അതിൻ്റെ കാഠിന്യം കൂടി 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 വരുവേ. 20%. 2. അത് 50% ആയിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുവാണ്. പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിലേക്ക് പതുക്കെ പതുക്കെ അതിൽ പോകും. 3. 75%. 75 ടോട്ടലി അൺകൺട്രോൾഡ് ആവും ഇമോഷൻ. 4. 80% ഇമോഷണൽ ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്കാണ്. ആൻഡ് 5 ടു ദ മാക്സിമം. നൗ ഇറ്റ് ഈസ് ഓൺ ദ ടോപ്പ്. ഇതുവരെ ഇമോഷൻ ഇത്രയും എക്സ്ട്രീം ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ അവസരമുള്ള ഇമോഷൻ. ഓക്കെ, ഫീൽ ഇറ്റ് അതിൽ. ദിസ് ഈസ് യുവർ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു റിലീസ് ഇറ്റ്. ഓക്കെ, ഫീൽ ഇറ്റ്. ആദ്യയുടെ മനസ്സിൽ നിന്ന് എന്നേക്കുമായി ഇനി ഇമോഷൻ ഇല്ലാത്ത രീതിയിൽ മാഞ്ഞു പോകണം. അപ്പോൾ ഞാൻ റിലീസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ 5 തൊട്ട് റിവേഴ്സ് കൗണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. 5 അത് 100% പതുക്കെ 75% ആയിട്ട് കുറയും. 4 അത് 50% ആയിട്ട് പതുക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. 3 25% ആയിട്ട് എൻ്റെ ഇമോഷൻ. 2 and 1 0. You can completely open your eyes and come with a fresh mind. Oh my god. How do you feel now? Superb. So സീരിയസ്ലി happy. ഉറപ്പാണല്ലോ അല്ലേ? അതിന്റെ കണ്ണ് ശരിക്കും ഇതിനത് കണ്ണ് ശരിക്കും നിറഞ്ഞിരിക്കുന്നു. എന്താ ഇവിടെ നടന്നേ? അല്ല, അത് ഞങ്ങൾ ക്യാമറ പിന്നെ കാണിക്കാം. ആദ്യം ഓക്കെ അല്ലേ? കംപ്ലീറ്റ്ലി എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് എനിക്ക് കുറച്ചുകൂടി വിഷനൊക്കെ കുറച്ചുകൂടി ക്ലാരിറ്റി. അതെ, ഇത് നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ അങ്ങനെയാണ്. DTS ഫീൽ ആയിരിക്കും. ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ഫീൽ ആയിരിക്കും. ക്ലിയർ ആയിരിക്കും. ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവും. നമ്മുടെ ബ്ലോക്കുകളുണ്ട്. എന്ത് ഇമോഷൻ ബ്ലോക്കാണോ അത് നമുക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ ഇരിക്കാം. എല്ലാവരുടെയും ഐ തിങ്ക് എനിക്ക് കുറച്ചും കൂടിയൊക്കെ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ തോന്നുന്നു. ഇത് നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ലോ. നോ ട്രസ്റ്റ് മീ, സത്യമായിട്ടല്ല. പറയരുത്, സത്യമായിട്ട്. ഞാൻ അങ്ങനെ, കാരണം എന്റെ വീട്ടിൽ എന്താ ഇവിടെ സംഭവിച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ശരിക്കും ഞാൻ എന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് കാര്യമായിട്ടൊരു ഓർമ്മയില്ല. എനിക്ക് വീഡിയോ ഒന്ന് കാണേണ്ടി വരും എന്താ സംഭവിച്ചത്. ഓക്കെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരു ബോഡിക്ക് വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? ഉള്ളിൽ ഭയങ്കര കംപ്ലീറ്റ്ലി എന്റെ പകുതി വെയിറ്റ് ഒക്കെ പോയ പോലെ. ഉറപ്പാണല്ലോ അല്ലേ? ദാറ്റ്സ് എ ഫസ്റ്റ് സിംപ്റ്റം. അത് നമുക്ക് ശരിക്കും നമ്മൾ പ്രൂഫ് ആണത്. അല്ല, നിന്നെ വിശ്വസിച്ച് വേണം ഇനി എനിക്ക് ചെയ്യാൻ. സത്യം അല്ല, ചെയ്തോളൂ. ഇനി വിശ്വാസത്തിലേക്ക് ചെയ്ത് തന്നെ. ബിക്കോസ് എനിക്ക് ഞാൻ ഇത്ര വിചാരിച്ചില്ല. ഓക്കെ, ഇപ്പം മെസ്മറിസവും ഹിപ്നോസിസ് ഞാൻ മിക്സ് ചെയ്തത്. കാരണം മെസ്മറിസത്തിൽ ചില കാര്യം നമുക്ക് ഇമോഷണൽ ട്രോമാസ് ചിലപ്പോൾ ഹീൽ ചെയ്യാൻ പറ്റിയെന്ന് പറയത്തില്ല. പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇത് ബ്ലോക്കായിരുന്നു. കണ്ണ് തുറക്കാൻ ഞാൻ ഇടയ്ക്ക് ശ്രമിച്ചിരുന്നു, പക്ഷെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റണില്ല. അതെന്താണോ ഞാൻ നോക്കണുണ്ടായിരുന്നു. വെപ്രാളം ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ കണ്ണ് ഇതിലേക്ക് പോവരുതെന്ന് ഉദ്ദേശിച്ച് കണ്ണ് തുറക്കാനൊക്കെ അതായത് നമ്മുടെ ഉത്ബോധ മനസ്സ് പറയും തുറക്ക് എന്നുള്ളത് ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മള് താങ്ക് യു ആതിര. ഞാൻ ഉൾപ്പെടെയുള്ളവര് വിശ്വസിക്കുന്നത് വീഡിയോസ് ഒക്കെ ഒരുപാട് കാണാറുണ്ടല്ലോ. അതായത് അവരിങ്ങനെ തൊടുന്നതിന് മുന്നേ തന്നെ അവരിങ്ങനെ വീഴുന്നു. അതൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ട്രെയിൻഡ് ആണ്. പക്ഷെ അല്ലാതെ നമ്മൾ ഈ ചില ധ്യാന കേന്ദ്രങ്ങളാണെങ്കിലും ചില ആളുകളാണെങ്കിലും ഇപ്പൊ നമ്മൾ തൊട്ട് ഇങ്ങനെ വീഴുന്നത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഗുരുക്കൾ വലിയ സ്വാമിമാരൊക്കെ ചെയ്യുന്ന പരിപാടി കണ്ട്. ഇത് ശരിക്കും മെസ്മറിസം എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മാഗ്നറ്റിക് പവർ, മാഗ്നറ്റിക് എനർജിയാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്ന ആളുകൾ 99% ഒരു ആഗ്രഹവും ഉള്ളിൽ വെച്ചിട്ടായിരിക്കും വരുന്നത്, പ്രോബ്ലംസ് കൊണ്ടായിരിക്കും. അത് നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് സിനിമകളിലടക്കം എല്ലാവരും കണ്ണടയ്ക്കൂ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നതാണ്. അത് ഈ കണ്ണ് തുറന്നു വെക്കാൻ പറ്റില്ല, എന്താണ് അതിൻ്റെ അവസ്ഥ? കണ്ണ് തുറന്നു വെച്ച് നമ്മൾ ഹിപ്നോസിസ് ചെയ്യാം. അത് നമ്മൾ നോൺ വെർബൽ ഹിപ്നോസിസ് എന്ന് പറയും. ഞാനിപ്പോൾ എല്ലാം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നോൺ വെർബൽ ഹിപ്നോസിസ് നമ്മൾ സംസാരിക്കാതെ തന്നെ നമുക്ക് ഒരാളെ, ഇപ്പോൾ കോൺവെർസേഷണൽ ഹിപ്നോസിസ് എന്നൊക്കെ പല രീതിയിലുള്ള ഹിപ്നോസിസിന് വകഭേദങ്ങളുണ്ട്. ഹിപ്നോതെറാപ്പി ഉണ്ട്, നോൺ വെർബൽ ഹിപ്നോസിസ് ഉണ്ട്, സ്ട്രേറ്റ് ഹിപ്നോസിസ് ഉണ്ട്, സ്ട്രീറ്റ് ഹിപ്നോസിസ് ഉണ്ട്. അതൊക്കെ ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറഞ്ഞു, അതിൽ മെസ്മറിസം നമ്മൾ കാണിച്ചു തന്നു. ഇനി അടുത്തത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. അതിപ്പോൾ എന്താണെങ്കിലും എന്നെ തന്നെ ചെയ്യാൻ പോവാണ്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് സെഷൻ എൻ്റെ എല്ലാം ക്യൂർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്.
ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ശരി. ശരിയല്ലേ? ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്യുമ്പോൾ ആ. എനിക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് കുറച്ച് സമയം എടുക്കാം. കമ്മ്യൂണിക്കേഷൻ അത് മൊത്തം എങ്ങനെയായിരിക്കും? നിങ്ങൾക്കത് ഇത്ര ലെങ്ത്തിൽ പോകുമെന്ന് എനിക്കറിയില്ല. അല്ല കുഴപ്പമില്ല. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും ഇവരായിട്ടുള്ള? നമുക്ക് ത്രൂ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരുന്നായിരിക്കും, സൈഡിൽ വരും. കുഴപ്പമില്ലല്ലോ, മൂവി ഒരു കുഴപ്പമില്ല, അതൊക്കെ ചെയ്തോളൂ. എന്താണെന്നറിയോ, ആ. നമ്മളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അത് റിവീൽ ചെയ്യും. ഇല്ല, നമ്മൾ ഇതിപ്പോൾ ഹിപ്നോസിസിൽ നിങ്ങൾക്ക് പറയണ്ട എന്ന് പറയുന്ന കാര്യങ്ങൾ പറയണ്ട. ഓക്കെ, ഇതിനെ നമുക്ക് കണ്ടന്റ് ഫ്രീ എന്ന് പറയും. നമുക്ക് കോണ്ടന്റ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആലോചിച്ചാൽ മതി, പറയേണ്ട തന്നെ പറയാം. ഓക്കെ, പറയാതെ തന്നെ ആ ഇമോഷൻ കളയാൻ പറ്റും. ഓക്കെ, റെഡി. മനസ്സിലായാം? മറ്റേന്ന് പറയുന്നത് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ടാകാം, അത് അങ്ങനെയും ചെയ്യാം. ഓ, ഓക്കെ, തല്ലി തീർക്കണ്ടോ തല്ലി തീർക്കാം, പറഞ്ഞു തീർക്കണ്ടോ പറഞ്ഞു തീർക്കാം അല്ലേ? പ്രശ്നങ്ങൾ അടിച്ചു തീർക്കണം, അടിച്ചേർത്തോളം അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അടിച്ചാണോ ഇത് കഴിഞ്ഞ് തല്ലിയാണോ തീർക്കുന്നത് എനിക്കിട്ട് തല്ലരുത് മാത്രമേ ഉള്ളൂ അപേക്ഷ. ഇല്ല, ശരി. ഓക്കെ, ഒന്നും ടെൻഷൻ അടിക്കണ്ട, ടോട്ടൽ റിലാക്സ് ചെയ്യാം. അപ്പോൾ ഓരോ ശ്വാസം എടുക്കുമ്പോൾ യു ഗോ ഇൻടു ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ എന്ന് പറയും. ശരീരം പതുക്കെ റിലാക്സ്ഡ് ആവും, ടൈറ്റ് ആവും, റിലാക്സ് ടൈറ്റ് ആവും, റിലാക്സ്ഡ് ആവും. എൻ്റെ ഈ വിരൽ നെറ്റിൽ തൊടുമ്പോൾ യു ഗോ ഇൻടു ഡീപ്പർ സ്റ്റേറ്റ് ഓഫ്, എൻ്റെ ഈ വിരലിൻ്റെ അറ്റത്ത് മാത്രം നോക്കിയാൽ മതി. ഇത് നെറ്റിലേക്ക് വരും. നെറ്റിൽ തൊട്ട് കഴിയുമ്പോൾ യു ഗോ ഇൻടു ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ 1000 times. Take a deep breath, hold it, relax. Take a deep breath. കൈ മടിയിലേക്ക് വെച്ചോളൂ. Take a deep breath, hold it, relax. Take a deep breath, hold it, relax. Take a deep breath. Sleep deeper, sleep deeper, deeper, deeper. Deeper state of relaxation, like go. Deeper state of relaxation, like go. I got deeper state of 1000 times ഇപ്പോൾ താഴേക്ക് ഇടുന്നതോറും ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ. മനസ്സും ശരീരം എല്ലാം ടോട്ടലി റിലാക്സ്ഡ് ആണ്. വളരെ കംഫർട്ടബിൾ അല്ലേ? കഴുത്ത് സ്ട്രെസ് ആയിട്ടിരിക്കേണ്ട, പതുക്കെ പതുക്കെ റിലാക്സ്ഡ് ആകുക. ഞാൻ 5 വരെ കൗണ്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 1000 times ഡീപ്പർ സ്റ്റേറ്റ്. 100 times, 2, 200 times, 3, 1 lakh, 4, thousands of times deeper relaxation. 5. എൻ്റെ ശബ്ദം കേൾക്കുന്തോറും ശരണി വീണ്ടും റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഡീപ്പർ 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 ഡീപ്പർ. ശരീരം മൊത്തം തടന്നരഞ്ഞ് റിലാക്സ്ഡ് ആവും. ടോട്ടലി റിലാക്സ്ഡായി, ടോട്ടലി റിലാക്സ്ഡായി റിലാക്സ്ഡായിട്ടിരിക്കും. കഴുത്തിന് യാതൊരു പെയിനും ഉണ്ടാവില്ല. ഇവിടെ നിന്നോട്ട് ടോട്ടലി റിലാക്സ്ഡ് ആയിരിക്കും. പതുക്കെ പതുക്കെ റിലാക്സ്ഡായി പതുക്കെ തലയിലേക്ക് തുടങ്ങും. റിലാക്സ്ഡ് ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ. ടോട്ടലി ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷനിലാണ് ഇപ്പോൾ ശരീരം. 1000 times, multiple times ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് റിലാക്സേഷൻ. അപ്പോൾ ശരണ്യ വളരെ മനോഹരമായൊരു ഗാർഡൻ ലഭിക്കുന്നു. ആ ഗാർഡനിൽ ഒരുപാട് പച്ചപ്പുണ്ട്. ഇപ്പോൾ കുറേ മുട്ടക്കുന്നുകളുണ്ട്. അപ്പോൾ ശരണ്യ നേരെ ആ മുട്ടക്കുന്നിൽ ഏറ്റവും വലിയൊരു മുട്ടക്കുന്നിലേക്ക് ഓടി കയറുക. പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓടി 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 കയറുക. മൊത്തം കാണാൻ പറ്റുന്നുണ്ട്. നല്ല ചക്രവാളങ്ങൾ കാണാൻ പറ്റുന്നില്ലേ ശരണ്യ? ക്യാൻ യു സീ ദാറ്റ്? കാണാൻ പറ്റുന്നുണ്ടോ? പറയാം. ശരണ്യ കാണാൻ പറ്റുന്നുണ്ടോ? മുട്ടക്കുന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആ മുട്ടക്കുന്നിൻ്റെ മുകളിലേക്ക് കയറുക. ഞാൻ പറയുന്ന ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഏറ്റവും മുകളിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ ചുറ്റും ചക്രവാളം കാണാം. നല്ല മനോഹരമായൊരു ഗാർഡൻ. സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ വളരെ അകലെ നോക്കുമ്പോൾ ചെറിയൊരു ശരണയായിട്ട് നിൽക്കുന്ന പോലെ കാണാം. വീണ്ടും അകലങ്ങളിലേക്ക് മാറി വൈഡായിട്ട് കാണുമ്പോൾ ചെറിയൊരു പൊടിക്കുഞ്ഞ് പോലെ ഉള്ള ശരണ്യ ഒരു മലയുടെ മുകളിൽ നിൽക്കുന്ന പോലെ കാണാം. ആ സ്റ്റേജിൽ നേരെ ഇപ്പോൾ ചെന്ന് ചാടുന്നത് ശരണ്യയുടെ അമ്മയുടെ ഉദരത്തിലാണ്. ഇപ്പോൾ അമ്നോട്ടിക് ഫ്ലൂയിഡിനകത്ത് പതുക്കെ ഡെവലപ്പായി വരുന്ന ഒരു കശുവണ്ടി പരിപ്പിൻ്റെ അതേ ഷേപ്പിലുള്ള ചെറിയൊരു സൈഗോട്ടയാണ്. 2 കൈകളും കാലുകളും പതുക്കെ ഡെവലപ്പായി വരുന്നു. ഒരു തല പതുക്കെ ഡെവലപ്പായി വരുന്നു. അമ്മയിൽ നിന്ന് കിട്ടിയ ഇമോഷൻസ് മുഴുവനും, ആ 9 മാസ കാലഘട്ടം അമ്മയിൽ നിന്ന് കിട്ടിയ ഇമോഷൻസ് മുഴുവനും അത് അവിടെയുണ്ട്. അത് ശരണ്യയ്ക്ക് അതേപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. ഓൺ ദ കൗണ്ട് ഓഫ് 1 to 2 ശരണ്യയ്ക്ക് അതേ ഇമോഷൻ, അമ്മയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഏറ്റവും ആവശ്യമില്ലാത്തതായ ഇമോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ ഫീൽ ചെയ്യും. 1 and 2. ഒന്നുമില്ലെങ്കിൽ വിട്ടേക്കുക, ലീവ് ഇറ്റ്. ഫീൽ ഫ്രീ, റിലാക്സ്ഡ്. ശരണ്യയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ആർ യു ഹാപ്പി ഓർ റിലാക്സ്ഡ്?
ടെൻസ്ഡ് ആണോ? ടെൻസ്ഡ് അല്ല. ഹാപ്പിയാണോ? ഓക്കെ. എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ. എന്താ ഫീൽ ചെയ്യുന്നത് പറഞ്ഞു. നമുക്കത് ആ ഇമോഷൻ എടുത്ത് കളയണം. പബ്ലിക്കിൽ പറയാൻ പറ്റാത്തതാണെങ്കിൽ കുഴപ്പമില്ല. ആ ഇമോഷനായി ഇപ്പം എന്താണ് ഇമോഷൻ? ആ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അമ്മ എക്സ്പീരിയൻസ് അതേ ഇമോഷനായിരിക്കും ഇപ്പോൾ ശരണിക്ക് ഫീൽ ചെയ്യുന്നത്. ആ പെയിൻ മുഴുവൻ ഉണ്ടാകാൻ ചിലപ്പോൾ ഡീപ്പർ സ്റ്റേറ്റ് ഓഫ് പെയിനിലേക്ക് പോകണം. ഓക്കെ. അത് മുഴുവൻ കയറി വരട്ടെ. ടോട്ടലി ടിഷ്യൂ. ആ ഇമോഷൻ അത് കയറി 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 വരും. ആ ഇമോഷൻ എന്നേക്കുമായി ശരണിയുടെ മനസ്സിൽ നിന്ന് ഞാനത് പതുക്കെ ഒന്ന് ടച്ച് ചെയ്തു. ശരണിയുടെ മനസ്സിൽ നിന്ന് പതുക്കെ 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 അതില്ലാണ്ടാവും കേട്ടോ. ഓക്കെ. ഫീൽ ഇറ്റ് ഫ്രോം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. അത് ടോട്ടലി 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 ശരണിയുടെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടാവും. ഇനി ഒരിക്കലും ആ ഇമോഷൻ അത് ശരണിയായിട്ട് എടുത്ത ഇമോഷനല്ല, ശരണി ആവശ്യപ്പെട്ടെടുത്ത ഇമോഷനല്ല, അമ്മയുടെ സാഹചര്യം കൊണ്ട് ആ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അതിൽ നിന്നും കിട്ടിയ ഇമോഷനാണ് അല്ലേ. അതൊരിക്കലും അമ്മയുടെ മിസ്റ്റേക്കല്ല, ശരണിയുടെ മിസ്റ്റേക്കല്ല. ദാറ്റ് ഹാപ്പൻഡ്. പക്ഷേ നമുക്കത് ആവശ്യമില്ല. അത് റിലീസ് ചെയ്യാൻ പോകാം. ഞാൻ 5 തൊട്ട് പതുക്കെ കൗണ്ട് ചെയ്ത് ഔട്ട് ഓൺ ചെയ്യുന്നത് ഞാൻ എന്നേക്കുമായി പോയിക്കൊണ്ടേയിരിക്കും. 1 5 4 3 2 അതിൻ്റെ കാഠിന്യം കുറഞ്ഞ് 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 ശരണിയുടെ ലൈഫിൽ നിന്ന് തന്നെ അതില്ലാണ്ടായിപ്പോയിട്ടുണ്ടായിരിക്കും. 1 and 0. അതിന് പകരം ശരണി ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇനി ഭയങ്കര സന്തോഷമായി, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ശരണിയുടെ കുറേ ഡ്രീംസ് ഉണ്ട്. ആ ഡ്രീംസ് എല്ലാം 100-ൽ 110% ഐ മാർക്ക് ഇൻ യുവർ ബ്രെയിൻ ദാറ്റ്സ് ഗോയിങ് ടു ബി സക്സസ്ഫുൾ. ശരണി അത് നേടിയിട്ട് എൻ്റെ അടുത്ത് വരും എന്ന ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിരുന്നു. ദറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ. ഫീൽ ഇറ്റ് ഫ്രോം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട് ആൻഡ് ഇമാജിൻ. മനസ്സിലേക്ക് ഇത് കൊണ്ടുവരാം കേട്ടോ. ഇപ്പോൾ അമ്മയുടെ ഇമോഷൻസും അതൊക്കെ പോയി. ഇപ്പോൾ ടോട്ടലി ശരീരത്തിന് വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും. ടോട്ടലി വെയിറ്റ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും കേട്ടോ. ടോട്ടലി റിലാക്സ്ഡ് ആണ്. പതുക്കെ വായിലൂടെ 2 ശ്വാസം എടുക്കുക. ക്യാൻ യു ടേക്ക് എ ബ്രീത്ത് ത്രൂ യുവർ മൗത്ത്? വായിലൂടെ ശ്വാസം എടുത്ത് ഒരു തണുത്ത ശ്വാസം ഉള്ളിലേക്ക് കയറിച്ചില്ല. ഇപ്പോൾ ടോട്ടലി ബാക്കിലേക്ക് പോകണം. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ശരണിയുടെ നമ്മൾ ജീൻ കോഡ് ഓപ്പൺ ചെയ്യാൻ പോകാം കേട്ടോ. അതൊക്കെ ടോട്ടലി ഒന്നും ചിന്തിക്കേണ്ട, ഒന്നും ആലോചിക്കുകയും വേണ്ട. മനസ്സിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ചില പേരുകളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, ചില വീടായിരിക്കാം, ചില വ്യക്തികളെ ആയിരിക്കാം, ചില സിറ്റുവേഷൻസ് ആയിരിക്കും. ഓക്കെ. പതുക്കെ 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 ശരണിയുടെ ഫ്രണ്ടിൽ ഒരു വലിയ കോറിഡോറുണ്ട്. അതിനകത്ത് കുറേ മുറികളുണ്ട്. ഓക്കെ. ആ മുറികളിൽ ഏതെങ്കിലും ഒരു മുറിയിലേക്ക് പതുക്കെ 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 കയറാം. ഇഷ്ടമുള്ള മുറിയിൽ കയറാം. പതുക്കെ മുറി ഓപ്പൺ ചെയ്യുക. അതിനകത്ത് കയറുക. ഫുൾ ബ്ലാങ്കാണ്. 4 ചുമരുകൾ മാത്രമുള്ള മുറി. പതുക്കെ ശരണിയുടെ ജീൻ കോഡ് ഓപ്പൺ ആവും. ചിലപ്പോൾ പല സിറ്റുവേഷൻസ് കാണാം, കേൾക്കാം. ചിലപ്പോൾ വാർ സൈറ്റ് ആയിരിക്കാം, ചിലപ്പോൾ പഴയ രാജാക്കന്മാരുടെ എന്തെങ്കിലും ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. പഴയ പഴയ ഇൻഫർമേഷൻസ്. ഇപ്പോൾ അവിടെ നിൽക്കുന്നത് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്ന ആ ജീൻ കോഡിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ആ വ്യക്തിയുടെ ജീനാണ് ഇപ്പോൾ ശരണിയിലുള്ളത്. ആ ജീൻ പതുക്കെ ഓപ്പൺ ആണ്. സ്ലോലി ഞാൻ 5 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും ആ ജീൻ ഓപ്പൺ ആവും. 1 മെമ്മറി കോഡ് ഓപ്പൺ ആയി. 2 3 5 4 and 5. Relaxed. Can you see something? സംസാരിക്കാൻ പറ്റും, തുറക്കാൻ പറ്റും. കാണുന്നുണ്ടോ എന്തെങ്കിലും? ഗുഹ കാണുന്നുണ്ടോ? ഏത് വർഷം അത് അറിയില്ല. ഒന്നുകൂടെ ഒന്ന് പതുക്കെ പതുക്കെ ആ ഗുഹയുടെ ആ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഉണ്ടോ, ഏത് കാലഘട്ടമാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ പറ്റും. പകലാണോ രാത്രിയാണോ? ഇരുട്ടാണല്ലേ. എന്തെങ്കിലും കാണുന്നുണ്ടോ അവിടെ വേറെ? അങ്ങറ്റത്തൊരാൾ നിൽക്കുന്നുണ്ടോ? ആരാണ്? അച്ഛനാണോ? ഓക്കെ. എന്താ ചെയ്യുന്നത്?
യു വാണ്ട് ഹഗ് ഹിം? ആ എനിക്ക് ഇരുട്ട് പേടിയാണ്. ഇരുട്ട് പേടിയാണോ? ഓക്കെ. അച്ഛനായിരുന്നോ ഈ ഇരുട്ടിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്? അതെയോ? എനിക്ക് ഒറ്റക്കാണ് പേടി. ഓക്കെ. അപ്പോൾ ശരണിക്ക് ആ പേടി മാറ്റാൻ വേണ്ടി അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? അച്ഛൻ്റെ കൂടെ എടുക്കാറില്ലേ? അപ്പം അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഫീൽ ഇറ്റ്. സംസാരിക്കാനുള്ളതൊക്കെ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു. ശരണിക്ക് ശരണിയുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കണമെങ്കിൽ ഒറ്റ ഒരു സോഴ്സോളൂ ഇപ്പോൾ, അച്ഛൻ്റെ ബ്ലെസ്സിങ്. കാരണം അച്ഛൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ ലൈഫിൽ എന്ത് നേടാൻ പറ്റും. ഇത് ശരണ്യ നേടിയിരിക്കും എന്നുള്ള കാര്യം അച്ഛനും അറിയാം. യെസ്. നോ. ഓക്കെ, അത് കുഴപ്പമില്ല. ശരണ്യ അച്ഛനോട് പറയേണ്ട വിഷമെല്ലാം പറഞ്ഞു തീർത്ത് നമുക്ക് തിരിച്ചു വരേണ്ട സമയമുണ്ട്. മുന്നേ പറഞ്ഞു, ശരിക്കും പറഞ്ഞു തീർത്ത്. അച്ഛൻ സംസാരിക്കും ശരണ്യോട്. ശരിക്കും ഹഗ് ചെയ്തോ. ഞാൻ 10 സെക്കൻഡ് സമയം തരത്തുള്ളൂ. അച്ഛനോട് പറയാനെല്ലാം പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരണം. ഫുൾ എനർജറ്റിക്കായിട്ട് ബൂസ്റ്റഡ് ആയിട്ട് തിരിച്ചു വരാനുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചോ. അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ട് തിരിച്ചു വരാവുള്ളൂ. ഓക്കെ. 1 2 എല്ലാം പറഞ്ഞു, മനസ്സുകൊണ്ട് പറയാനെല്ലാം പറഞ്ഞു തീർത്ത് റീഫ്രഷായി. 3 വേറെ ഒരു തോട്ടും ഇല്ല. മോർ പോസിറ്റീവ് ഇമോഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കയറി വരാൻ പോകുന്ന സ്റ്റേജുകളാണ്. 4 അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഹെൽപ്പ് ചെയ്യും ശരണേനെ. 5 6 7 8 9 10 അച്ഛൻ ശരണ്യനെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ആ ബ്ലെസ്സിങ് മതി ശരണ്യക്ക് ജീവിക്കാൻ. ഓക്കെ, അവിടെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. ഞാൻ 5 വരെ കൗണ്ട് ചെയ്യുമ്പോഴേക്കും ശരണ്യ വീണ്ടും റിലാക്സ്ഡ് ആവും. ഭയങ്കര റിലാക്സ്ഡ് ആവും കേട്ടോ. ശരീരത്തിൽ നിന്ന് എന്തോ വെയിറ്റ് കുറഞ്ഞു പോയ പോലെ ഫീൽ ചെയ്യും. 1 2 3 4 ആൻഡ് 5 ടോട്ടലി റിലാക്സ്ഡ് ആണ്. കണ്ണുകളൊക്കെ ഇപ്പോഴും ലോക്ക്ഡ് ആണ്, തുറക്കാൻ പറ്റത്തില്ല. ടോട്ടലി റിലാക്സ്ഡ് ആണ്. ആൻഡ് സ്ലോലി ആൻഡ് 0 ഭയങ്കര റീഫ്രഷ്ഡ് ആയിട്ട് 100% ഹാപ്പി ആയിട്ട് റീഫ്രഷ്ഡ് ആയിട്ട് ശരണ്യ ഈ സെഷനിൽ നിന്ന് എഴുന്നേക്കും. ടേക്ക് യുവർ ടൈം. ഞാൻ ഒരു ഫ്യൂ സെക്കൻഡ്സുടെ സമയം തരാം. റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. വെനെവർ യു ഫീൽ ടു ഓപ്പൺ യുവർ ഐസ്. കണ്ണ് തുറക്കാൻ പറ്റുമ്പോൾ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ പതുക്കെ ലോക്ക്ഡ് ആണെങ്കിലും പതുക്കെ ഓപ്പൺ ആയിക്കോളും കേട്ടോ. കണ്ണ് തുറക്കാൻ പറ്റില്ലെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റും. റിലാക്സ്ഡ് ആണ്, ഭയങ്കര ഹാപ്പി ആയിരിക്കും. ശരണ്യ, എന്തോ ശരണ്യയുടെ ഫേസിൽ വ്യത്യാസം നമുക്ക് ഇപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റും. അതെ, ഉണ്ടോ? ഞാൻ ഷോർട്ട് സെഷൻ മാത്രമേ കൊടുത്തുള്ളൂ. ലോങ് പ്രോസസ്സൊക്കെ എടുക്കുമ്പോൾ 2-3 മണിക്കൂറൊക്കെ എടുത്ത് ഓരോന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഒറ്റ ഇമോഷണൽ ബാഗേജിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഈ ശരണ്യ ഏറ്റവും കണക്റ്റഡ് ആയിട്ട് സാധനം കിട്ടിയത്. വീണ്ടും ബാക്കിലേക്ക് എനിക്ക് പോകാമായിരുന്നു, സമയം എടുക്കും. എനിക്ക് ഏറ്റവും കണക്റ്റഡ് അപ്പനാ. യെസ്. ഞാൻ മരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ, അച്ഛനെ കണ്ടു. ഞാൻ പണ്ട് ഒരു നോവലുണ്ടായിരുന്നു, മൃദുസഞ്ജീവനി. ഓക്കെ. ആ നോവലില് മരിച്ചുപോയ ആളുടെ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് മനസ്സിലായി, പുനർജനിപ്പിക്കുന്നു. ആ നോവല് അച്ഛൻ മരിച്ച ഇടയ്ക്കെപ്പോഴോ എന്നെ തോന്നുന്നു ഞാൻ വായിച്ചത്. ഇതെനിക്ക് ലൈവായിട്ട് കാണിക്കാം. ഇപ്പോൾ കണ്ണ് തുറന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അച്ഛനായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്നത് കാണുന്നത്. ഇതിപ്പോൾ ഹിപ്നോട്ടിക് സെഷനിൽ കണ്ണ് തുറന്നിട്ടും പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ശരണി ചേച്ചി ഇപ്പൊ എന്താണ് തോന്നണേ? മീൻസ് തുടക്കത്തിൽ പറഞ്ഞ ഇതിലൊന്നും വിശ്വാസമില്ല. അങ്ങനെ നമ്മള് പറയില്ലേ സത്യക്രിസ്ത്യാനികള് തോമാസ്ലീഹ തൊട്ടനുഭവിച്ചോളൂ. എനിക്ക് അച്ഛനെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ. പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ഫീലിംഗ് ആയിരിക്കില്ല ഇപ്പോൾ. മനസ്സിലായോ? ഓ, ലൈക്ക് ഞാനതിൽ നിന്ന് പോന്നിട്ടില്ല. ലൈക്ക് എനിക്കറിയാം എന്നെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോവാണ്, ഞാൻ സംസാരിക്കുന്നൊക്കെ എനിക്കറിയാമല്ലോ. ലൈക്ക് നമ്മളിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റാണ്. കാരണം അച്ഛൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്ക് അത് കുറച്ച് കഴിയുമ്പോൾ ആ ഇമോഷൻ നമുക്ക് പതുക്കെ കട്ട് ഡൗൺ ആയിക്കോളും കേട്ടോ. പക്ഷേ ഹാപ്പി ആയിരിക്കും, ഹാപ്പിനെസ് കൂടി വരുള്ളൂ. ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ
കാണുക എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞില്ലേ 14 വർഷം അച്ഛൻ മരിച്ചിട്ട് ഇപ്പോഴും ബാഗിൽ അച്ഛൻ്റെ ആ ബാഗില്ലാണ്ട് എനിക്ക് വെളിയിൽ പോകാൻ പറ്റില്ല. ആ ബാഗിൽ ഷർട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ അച്ഛൻ ഉപയോഗിച്ച നമ്പറാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. 14 വർഷമായി. ലൈക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നമുക്ക്. അപ്പം അങ്ങനെ നമുക്കത് കളയാൻ പറ്റില്ല. അതിനുശേഷവും പിന്നീടും നമുക്ക് അങ്ങനെ ഒരാളെ നമ്മുടെ ലൈഫിൽ കിട്ടൂല. അതെ, അങ്ങനെയുള്ള ഇപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഓർമ്മകളിൽ എപ്പോഴും പോസിറ്റീവ് മെമ്മറീസ് മാത്രം കീപ്പ് ചെയ്യാന്നുള്ളതാണ്. നെഗറ്റീവ്സ് നമുക്ക് ഒരിക്കലും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് തിങ്കിങ് നമുക്ക് എപ്പോഴും ഉണ്ട്. അതെ, പക്ഷെ നമുക്ക് പരാതി പറയുന്ന ഒരാളില്ലല്ലോ നമ്മൾ ക്ഷമയോടെ കേൾക്കാന്. പക്ഷേ അതിനകത്തന്നെ ഞാൻ പഠിച്ചതും ഞാൻ അനുഭവിച്ചത് ഞാൻ ഒരുപാട് ട്രോമാസിൽ കടന്നു പോകുന്ന ആളായിരുന്നു. ഞാനത് പറയുന്നില്ല, നമുക്ക് പബ്ലിക്കിൽ ഇത് പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇതിനു വേണ്ടി പറഞ്ഞാണ്. അതല്ല. അപ്പോൾ എനിക്ക് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ അപ്പന, എനിക്ക് പപ്പയില്ല, അമ്മയില്ല, എൻ്റെ അനിയൻ മരിച്ചുപോയി. അപ്പോൾ ഞാൻ അലോണാണ്. പക്ഷേ എങ്കിലും ആ ഇമോഷൻ ഞാൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വിജയിക്കില്ല. കാരണം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എവ്രി ഹ്യൂമൻ ബീയിങ് ഈസ് അലോൺ. എല്ലാ ഹ്യൂമൻ ബീയിങ്ങും തനിച്ചാണ്. നമ്മൾ വന്നത് തനിച്ച്, നമ്മൾ പണ്ടൊക്കെ വന്നത് തനിച്ചാണ്, പോകുന്നത് തനിച്ചാണെന്നൊക്കെ പറയുന്നത് നമ്മൾ. അതേപോലെ ജീവിക്കുമ്പോൾ നമ്മൾ തനിച്ചാണെന്നൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്യും, ഇല്ലേ? അവൻ വിജയിക്കില്ലേ? അത്രേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട്. അതെ, അതാണ് എനർജി എന്ന് പറയുന്നത്. സീരിയസ്ലി നൗ ലിറ്റിൽ ബിറ്റ് എന്നല്ല, സം മോർ കോൺഫിഡൻറ്റ്. രാവിലെ വന്നൊരു ശരണ്യല്ല ഏതായാലും ലൈക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടല്ലോ, ഭയങ്കര ഇഷ്ടപ്പെട്ട കണ്ണിൽ ശരിക്കും ഇപ്പൊ ശരണ്യയുടെ കണ്ണ് ആദ്യം കണ്ട കണ്ണല്ല, റിവീൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആളുടെ കഴിവല്ല. ഞാൻ എന്നെ ബൂസ്റ്റ് ചെയ്യാൻ പറയുന്നതല്ല, എൻ്റെ കഴിവല്ലത്. പക്ഷെ ശരണ്യയുടെ ഉള്ളിലൊരു ഭയങ്കര വികാരം ഉണ്ടാകും. അതിനെടുക്കാൻ വേണ്ടി ശരണ്യ ഇട്ട ഇഫോർട്ടാണത്. ആതിരയാണെങ്കിലും ആതിരയുടെ ഉള്ളിലൊരു സംഭവം ഉണ്ടായിരുന്നു, അത് ആതിര ചെയ്ത സംഭവം. പക്ഷേ മെസ്മറിസം ചെയ്യുമ്പോൾ നമ്മൾ എനർജി പാസ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ ശരിക്കും ചെയ്യപ്പെടുന്ന ആളിൻ്റെ കഴിവാണ് ശരിക്കും നോർമൽ ഹിപ്നോസിസ്. അത് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് അറിയാവുന്ന ആളുകൾ കൂടുതൽ നമുക്ക് ഫണ്ണായിട്ട്. ആക്ച്വലി എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ വീഡിയോ കണ്ടാലേ അറിയുള്ളൂ. ഞാനിവിടെ ഇപ്പോഴും പറയുന്നു, ഞാനിവിടെ വന്നപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഒരു ശാസ്ത്രമാണ്. ഈ പറഞ്ഞതുപോലെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും പേടിയുള്ള പോലെ എനിക്കും പേടിയുണ്ട്. കാരണം എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ ഒരു നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ്, അതായത് എൻ്റെ ഒരു അറിയപ്പെടാത്ത ഷെയ്ഡ് പുറത്ത് വരുമോ, അതൊക്കെയാണ് എല്ലാവരുടെയും പേടി. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് മാനസിക പ്രശ്നമുള്ളവരുണ്ട്. എനിക്കറിയാം നമ്മുടെ ചുറ്റുവട്ടം തന്നെ ചെറിയ എനിക്കടുത്ത് വരുന്ന ആളുകളും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഫാമിലിയായിട്ട് കൂടുതൽ വരുന്നത്, കൂടുതൽ ഫാമിലി വരും, കുട്ടികളെ കൊണ്ട് വരും, പിന്നെ ഇൻഡിവിജ്വലായിട്ട് വരും. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴേക്കും ഞാൻ രണ്ടുപേരും കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സെക്സ്വലി നമ്മുടെ കേരളത്തിലുള്ള 95% ആളുകളും ഈവൻ വിത്ത് ദർ പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർക്ക് വിരസത തോന്നുന്നതിൻ്റെ കാരണം അറ്റാച്ച്മെൻറ്റ് പതുക്കെ പോകുന്നത് 1-2 വാക്കുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 1-2 നോട്ടം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഇമോഷൻ എടുത്തിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ കണക്റ്റ് ആവില്ല. ആ കണക്ഷൻ ശരിക്കും ഒരു സെക്സ്വൽ ഫീലിങ്സ് കിട്ടണമെങ്കിൽ അവർ ഡീപ്പായിട്ട് കണക്റ്റഡ് ആണ്. അത് കണക്റ്റാണ്. ഇവർ തമ്മിൽ നല്ല ബോണ്ട് വന്നാലേ അതിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിൻ്റെ ഒരു റീസണും അതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയുള്ള കേസുകൾ കൂടുതൽ വരുമ്പോൾ ഈ പേരൻസും ഈ പറഞ്ഞ കപ്പിൾ വന്നു കഴിയുമ്പോൾ എന്നാൽ ശരിക്കും ഇവർ ബോണ്ടഡ് ആക്കി വിടും. അപ്പോൾ ശരിക്കും നമ്മളിത് കാണുമ്പോൾ സെഷൻ കഴിഞ്ഞിട്ട് ഇവർ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോകുന്ന കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് നമ്മൾ ഒരാളുടെ ലൈഫ് നമ്മൾ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ കഴിവായിട്ട് ഞാൻ പറയുന്നതല്ല, പക്ഷേ നമ്മളതൊരു കാരണമായി എന്നുള്ളൊരു ഫീൽ നമുക്ക്. ആക്ച്വലി ഒരുപാട് മേഖലയിൽ കൈവച്ച ആളാണല്ലേ? ഒരുപാട് മേഖലയിൽ നമുക്ക് ഏത് മേഖലയും കൈവയ്ക്കാം. നമ്മുടെ മനസ്സുണ്ടെങ്കിൽ ഏത് മേഖലയിലും നമുക്ക് സക്സസ്ഫുൾ ആവും. അല്ല, ഞാനിപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലായിരുന്നല്ലോ, ഇപ്പം ഈ പറഞ്ഞ പോലെ അമ്മ പോയി, അച്ഛനില്ല, അനിയൻ. ഞാനൊക്കെ ആണെങ്കിൽ ഒരു മൂലയ്ക്ക് പോയേനെ. ഇല്ല, ഞാൻ അനിയൻ മരിച്ചതിൻ്റെ 3ാമത്തെ വർഷമാണ് പപ്പ മരിക്കുന്നത്. അനിയൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. അടുത്ത റൂമിൽ കിടന്ന് അനിയൻ മരിച്ചത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. LF ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെ, ഒരു സാധനം ചെയ്യാൻ പറ്റില്ല. അപ്പം പപ്പ അനിയൻ മരിച്ചതിൻ്റെ ഷോക്കിൽ പപ്പയ്ക്ക് അറ്റാക്ക് വന്നു. പപ്പയ്ക്ക് ബൈപ്പാസ് ചെയ്തു. അതെല്ലാം ട്രോമ അങ്ങനെ കഴിഞ്ഞ് പപ്പയും മരിച്ചു. അപ്പോൾ ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിൻ്റെ ഒരു കാഠിന്യം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷേ അതൊക്കെ എന്നെ മോൾഡ് ചെയ്തു എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. അല്ല, നമ്മളങ്ങനെയാണല്ലോ ചില പ്രശ്നങ്ങൾ വരുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇത് നമ്മുടെ ഒരു ലൈഫിലേക്കുള്ള ഒരു
അതെ ഇതിന്റെ എൻഡിങ് എന്തോ സംതിങ്. ഇപ്പം യു ബിക്കം വെരി ഹാപ്പി ആൻഡ് നിങ്ങൾക്ക് തന്നെ ഒരുപാട് പേരെ അല്ല എൻ്റെ മുഖത്ത് ശരിക്കും ഞാനിപ്പോൾ ഈ പറയുമ്പോൾ എനിക്ക് ആ ഫീലിങ്സ് ഇല്ല. ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. പപ്പയുടെ കേസ് പറയുകയാണെങ്കിൽ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എല്ലാം കാരണം എനിക്കതറിയാം റിയാലിറ്റിയാണ് സംഭവിച്ചു. ഇനിയിപ്പോൾ അതിനകത്ത് പറയാനില്ല. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ഫോർവേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാം. സോർട്ട് ചെയ്ത് മറ്റുള്ള സോഷ്യലി നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണമല്ലോ ശരിക്കും. സിനിമ സംവിധാനം ചെയ്തു ഉണ്ട്. അതൊക്കെ പറ. സിനിമ സംവിധാനം ഞാനിപ്പോൾ ഒരു സൈബീരിയൻ കോളനി എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ സെക്കൻഡ് ഷെഡ്യൂൾ വെയിറ്റ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലാണ് എൻ്റെ പോർഷൻസ് ഒക്കെ. അപ്പോൾ ചെറിയ കറക്ഷൻസ് ഒക്കെ വന്നുകൊണ്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തൊരു പടം ഉണ്ട്, അത് അനൗൺസ് ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു. ഷെയ്ൻ നിഗവും ജാക്കോവനൊക്കെ ആയിട്ടുള്ള പ്ലാൻസ് കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ. എനിക്ക് സംവിധാനം സിനിമ എന്നതിനേക്കാൾ ഉപരി അത് നമ്മളൊരു പാഷൻ എന്ന് പറയും. പക്ഷേ എനിക്കും ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സംഭവം എന്നതിലേക്കാൾ ഉപരി നിങ്ങൾ ഹിപ്നോട്ടിസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. കുറച്ച് ആളുകളുടെ ഇമോഷൻസ് തീർച്ചയായിട്ടും ബാഗേജ് ഒന്ന് പുറത്തേക്ക് എടുക്കും. തീർച്ചയായും ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് സമയം. ഇതിനിടയ്ക്ക് എനിക്കൊരു ഡൗട്ട് കൂടി ഉണ്ട്. ഈ മെന്റലിസവും ഹിപ്നോട്ടിസവും ഒക്കെ ഏകദേശം ലൈക്ക് മെൻ്റലിസം അതൊരു പിന്നെ ഒരു കലാരൂപമല്ലേ ശരിക്കും. ഒരു സ്റ്റേജിലൊക്കെ ഒരു പെർഫോമൻസ് കാണിക്കാനും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാനൊക്കെ ഉള്ളൊരു കലാരൂപമാണ്. അവർ തന്നെ പറയുന്നുണ്ട് അത് ട്രിക്സാണ് അതെല്ലാം. പക്ഷെ അതിലും അവർ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ചോദിച്ചത്. അതിൽ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഹിപ്നോസിസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോസിസിലൂടെ കടന്നു വരുന്നത്. എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോട്ടൈസ് ആയി പോകുന്നുണ്ട്. ഉദാഹരണം ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിൽ ചാടുന്ന ഒരു 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ +2 +1 പഠിക്കുന്ന ഒരു കവിതാവും ഒരു കാമുകനും കാമുകയും പ്രണയത്തിലേക്ക് ഇന്ന് ചാടിയെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയാണെങ്കിലും അയാളുടെ പ്രണയത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൻ അവളെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പേരൻസിന് അറിയില്ലല്ലോ. കൈവശം ഞങ്ങൾ മലയാളത്തിൽ പറയും. പക്ഷേ ശരിക്കും ഹിപ്നോട്ടൈസ്ഡ് ആണ്. അല്ല ശരിക്കും ഹിപ്നോട്ടൈസ്ഡ് ആണ്. ഇപ്പോൾ അവർക്കറിയില്ല ഹിപ്നോട്ടൈസ് ആണ് ചെയ്യണമെന്ന്. പക്ഷേ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടി ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പം നമ്മളൊരു 2 പേർ റിലേഷൻഷിപ്പ്, അത് കുട്ടികളെന്നല്ല ആരും എത്ര റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ അവരെ ഹിപ്നോട്ടൈസ് അല്ലെങ്കിൽ ഇവരാണ് നമ്മുടെ സന്തോഷം, ഇവരിലാണ് നമ്മുടെ സന്തോഷം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും എന്നൊക്കെയുള്ളൊരു ഇത് നമ്മളെ കുത്തിവെച്ച് നമ്മൾ ലൈക്ക് നമ്മളിൽ തന്നെ ഇവർക്ക് തോന്നിപ്പിക്കും, ഇഞ്ചെക്ട് ചെയ്യും. ലാസ്റ്റ് അത് വാട്ടെവർ, അതിപ്പോൾ ഗേൾ മാറിയാലും ശരി ബോയ് മാറിയാലും ശരി, നമ്മൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയായിരിക്കാം ഒന്ന് സ്റ്റേബിൾ ആകാൻ പറ്റുക? ലൈക്ക് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, ഹിപ്നോട്ടിസ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം നമുക്ക് സ്വന്തമായി ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. ആ ഹീലിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമെന്ന് ഒരു ടിപ്പ് പോലെ പറയാൻ പറ്റും. സെൽഫ് ഹിപ്നോസിസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. സെൽഫ് ഹിപ്നോസിസ് ചെയ്യാം. പക്ഷെ അത് ചെയ്യേണ്ട ടെക്നിക്ക് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഹിപ്നോട്ടൈസ്ഡ് ആവില്ല. ചിലപ്പോൾ ട്രോമാസ് കയറി വരും, അത് ചിലപ്പോൾ ട്രിഗർ ആകും. അപ്പം ഞാൻ പരമാവധി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. ചെയ്യാം, ഒന്ന് ചെയ്ത് മൊത്തം ഹീലായ ആളുകൾക്കാണെങ്കിൽ സെൽഫ് ഹിപ്നോസിസ് വളരെ എഫക്റ്റീവാണ്. അല്ലാത്തവർക്ക് ആ ഇമോഷൻസ് കയറി വരാം. പിന്നെ ഗുണം പോലെ തന്നെ ദോഷമുണ്ട്. ഇത് കയറി വരുമ്പോൾ ഇവർക്ക് ഇത് എങ്ങനെ റിലീസ് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. എനിക്കൊരു പണ്ട് അബദ്ധം പറ്റിയത്, അതുകൊണ്ട് ഞാൻ പിന്നെ പറയുന്നത് നമ്മളിത് ക്യൂരിയോസിറ്റിയുടെ പണ്ട് ഞാൻ ഒരു ഓൺലൈനിൽ കണ്ട ഒരു ഹിപ്നോട്ടിസം, സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അപ്പോൾ ഒരു ലേഡിയുടെ ഒരു ഫോറിനറാണ്. അപ്പോൾ ഞാനിത് കേട്ട് കിടന്നു വീട്ടിൽ, ഞാൻ പേടിച്ചു പോയി. ഇത് നമുക്കിത് പേടിയാണല്ലോ സംഭവം ഹിപ്നോസിസ് എന്ന് പറയുമ്പോഴേക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ തനിച്ചോളൂ. പണ്ട് വീട്ടിൽ ഞാൻ തനിച്ചോളൂ. വൈകിട്ട് അത് ഇരുട്ടാകുന്ന സമയത്ത് ഞാൻ ചുമ്മാ കേട്ട്, അപ്പോൾ ഇവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഭയങ്കര, നിങ്ങൾ ആരും ഉണ്ടാകരുത്, ചെവിയിൽ ഇത് വയ്ക്കണം, ശാന്തമായിരിക്കണം, ഡിസ്റ്റർബൻസ് എന്നുള്ളത്, ഇത് പേടിച്ച് പോകുന്നത്. ആ ഇമോഷൻസ് കയറി നമുക്ക് പിന്നെ പേടി കയറി എനിക്ക്. അപ്പോൾ അതായത് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ സെൽഫ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. അപ്പോൾ നമുക്കത് പ്രശ്നമാണ്. അങ്ങനെയുള്ള നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ഇങ്ങനെ ഒരു താറാവിനെ ഉറക്കി കിടത്തി എന്നുള്ള, അതുപോലെ ഒന്നും നമുക്ക് കുട്ടികളിൽ അതൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. കുട്ടികളിൽ ചെയ്യാം. 5 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ പറ്റുന്ന സജഷൻസ് നമുക്ക് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഈ ഹിപ്നോതെറാപ്പി വർക്കൗട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പം ആരെങ്കിലുമൊക്കെ ടീച്ച് ചെയ്യേണ്ട ക്ലാസ്സിനൊക്കെ വരുന്നുണ്ടോ? ടീച്ചിങ് പരിപാടി ഇല്ല. കാരണം നമുക്കത് ഇത് പരമാവധി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് വെച്ച് ആളുകളുടെ രഹസ്യം അറിയാന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. അത് ഹിപ്നോട്ടിസിൻ്റെ കഴിവാണ്. ഹിപ്നോട്ടിസിൻ്റെ കഴിവാണ്. അത് നമുക്ക് ഏത് രഹസ്യങ്ങളും എടുത്ത് അത് അറിയാതെ തന്നെ അവർക്ക് പറയാം. പക്ഷെ നമുക്കത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് മാത്രമേ നമുക്കത് യൂസ് ചെയ്യാവുള്ളൂ. പല രീതിയിൽ ഹിപ്നോസിസ് യൂസ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് ഹിപ്നോസിസ് ഉണ്ട്, സ്പോർട്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഞാൻ എക്സാമ്പിൾ പറയാം. എല്ലാ തവണയും ഫൈനലിൽ ക്രിക്കറ്റ് കളിക്കുക, ഇന്ത്യയും ഓസ്ട്രേലിയയും ഫൈനൽ വരും. ഇന്ത്യ ഫൈനൽ വരെ ഭീകര കളിയായിരിക്കും. ഫൈനലാകുമ്പോൾ ഓസ്ട്രേലിയ കയറുന്ന ഒറ്റ അടിയായിരിക്കും, തീരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ഫൈനൽ വേൾഡ് കപ്പ് ഒക്കെ ആണെങ്കിൽ
കാരണം അവർക്ക് നല്ലൊരു അതിനനുസരിച്ചുള്ളൊരു ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്. ഓക്കെ. കാരണം ആദ്യം നമ്മൾ ഇമോഷണലി അവർ തകർത്തരും. ആദ്യം എല്ലാ തവണയും ഓസ്ട്രേലിയയും ഇന്ത്യയും ഫൈനലാണ് വരുന്നെങ്കിൽ അവരാദ്യം നന്നായിട്ട് സ്കോർ ചെയ്യും. ഇന്ത്യയുടെ കംപ്ലീറ്റ് ഒരു പെട്ടെന്ന് തന്നെ ഒരു പാനിക്കാവും. അത് അവർ യൂട്ടിലൈസ് ചെയ്യും. സ്പോർട്സ് ഹിപ്നോസിസ് ഒക്കെ അങ്ങനെയാണ്. ഇതിനൊക്കെ ആൾക്കാരുണ്ട്, നമുക്ക് അറിയില്ല. നമ്മളിപ്പോൾ ശരിക്കും ഇപ്പം ഇന്ത്യയിലൊക്കെ ഇത് അത്ര പോപ്പുലറായി വരുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഇതിനെ ഇപ്പൊ ഹിപ്നോട്ടിസം ചെയ്യുന്ന ഇതിനെ ഹിപ്നോട്ടിസം എന്ന് പേര് പറയുന്നതിന് മുന്നേ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നവരുണ്ട്. അത് മിസ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. ഇതിന് പേര് മാറ്റിയിട്ടിട്ട് അതിപ്പോൾ റിലീജിയനോട് കണക്ട് ചെയ്യുന്ന ആളുകൾ. ഞാനത് എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം റിലീജിയനോട് ഒരിക്കലും ഇത് കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം റിലീജിയൻ മെഡിസിൻ ആണ്, മൈൻഡ് ഫ്രീ ആക്കുക, ഒരു സെൽഫ് ഹീലിംഗ് ടൂൾ എന്ന് പറയും. നമുക്ക് ഇത്രയും പവർഫുൾ ആയിട്ട് ടൂൾ നമുക്ക് യൂണിവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവം എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സ്, നമുക്ക് ദൈവം വിശ്വസിക്കാം, ദൈവം എന്ന് പറയുന്നത് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. അത് മറ്റുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയി പോകും. അതായത് നമ്മൾ റിലീജിയസ്ലി പോകുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആയി പോകും. അപ്പോൾ സ്ഥാപനങ്ങളായി, ബിൽഡിങ്ങളായി, അത് അങ്ങനെ രീതിയിലേക്ക് ബിസിനസ്സിലേക്ക് പോകും. ഓക്കെ, എന്തായാലും കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയതിൽ പിന്നെ ഏറ്റവും താങ്ക്സ്. എന്താ പറയാ, എനിക്ക് അപ്പനോട് സംസാരിക്കാൻ പറ്റിയില്ലേ, ഭയങ്കര ലൈവായിട്ട് നമ്മൾ കാണിക്കുന്ന സെഷൻ. പക്ഷെ നമുക്ക് ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അല്ല, ഞാൻ സെഷന് വരാം. ലൈക്ക് എനിക്കൊരു മറ്റേ നമ്മൾ പറയല്ലേ ഡെമോ തന്നതല്ലേ, ഹീലിംഗ് സെഷൻ ചെയ്യാം നമുക്ക്. ഓക്കെ, നമുക്ക് ചെയ്യാം, നമുക്ക് എടുക്കാം. എനിക്ക് ഐ നീഡ് മോർ ലൈക്ക് ഒന്നും ആയില്ല എന്നുള്ളൊരു ലൈക്ക് എനിക്കൊന്നും. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ മാത്രമാണ്, ഒരു പോയിന്റ് മാത്രമേ ഞാൻ. എന്താണെങ്കിലും ഞങ്ങളുടെ ഭയങ്കര എനിക്ക് വേണ്ടിയിട്ട് ഇരുന്ന് തരാൻ ധൈര്യത്തോടെ. കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്, ഈ ഓജോ ബോർഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ ഇപ്പൊ നമ്മളെ ചെയ്തപ്പോ നമ്മള് ജീവനോടെ ഉണ്ട്, നമ്മുടെ മൈൻഡ് എടുക്കുന്നു. എന്നാൽ ഇപ്പം മരിച്ചുപോയ ഒരാളെ സംസാരിക്കുന്നു, ഓജോ ബോർഡ് ടെക്നിക്കുകളൊക്കെ. അപ്പൊ അതെന്താണ് ആക്ച്വലി? ചിലർ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇടുന്നു. പക്ഷെ അത് ഇതോടെ കണക്റ്റഡ് ഒന്നും അല്ല കേട്ടോ. ഞാൻ ഈ എക്സോർസിസം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫാദർ വിൻസെൻ്റ് ലാംബർട്ട് എന്ന് പറയുന്ന ഒരു ആളുടെ അടുത്ത് ഞാൻ കുറേ പഠിച്ചതാണിത്. എനിക്കത് ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. പക്ഷെ നമുക്കത് ഞാൻ ഒരുപാട് എൻ്റർടൈൻ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ്. അതിനകത്ത് മിനിമലി ഒരു 1 to 2% സിറ്റുവേഷൻസ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസുകൾ എന്നൊക്കെ പറയും. അത് മൈൻഡ് റിലേറ്റഡ് ആയിട്ടും പറയുന്നുണ്ട്. പക്ഷേ അത് മൈൻഡ് റിലേറ്റഡ് ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സ്കില്ലാണ് ശരിക്കും വേണ്ടത്. ഇത് മൈൻഡിൻ്റെ പ്രോബ്ലമാണോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള പ്രശ്നമാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും എക്സോർസിസം കൊണ്ട് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാം ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ വളരെ ലൈറ്റായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷേ അത് ഈ ഓജോ ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളൊരിക്കലും ഒരു എനർജീനെ നമുക്ക് നമുക്ക് എനർജി ആണല്ലോ, എനർജി കനോട്ട് ബി നമുക്ക് സൃഷ്ടിക്കാനും പറ്റില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. മനുഷ്യനും എനർജിയാണ്. ഇതേപോലെ നമുക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓജോ ബോർഡിലൊക്കെ ചെയ്യുന്നത് ശരിക്കും ഒരു എനർജീനെ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് ചെയ്യുന്ന പ്രോസസ്സൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ പറയും, ഇവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, കാരണം മൂവ് ചെയ്യുമ്പോൾ എല്ലാം. പക്ഷേ ഇതെടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫുൾ ഇവരുടെ ലൈഫ് ഈ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും പിന്നീട് നല്ല രീതിയിൽ പ്രോഗ്രസ് ആയിട്ട് പോകില്ല. കാരണം അവർക്ക് ഒന്നുകിൽ ഇമോഷണലി അവർ പ്രശ്നങ്ങളുണ്ടാകാം, പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് പെട്ടുന്ന ആളുകളുണ്ട്. എനിക്ക് കണ്ടിട്ടുണ്ട്, നമ്മളത് വന്നിട്ടുണ്ട്. നമ്മളത് പിടിക്കാറില്ല. ഞാൻ അങ്ങനത്തെ കേസുകൾ പിടിക്കാറില്ല പരമാവധി. കുറച്ച് ആളുകൾക്ക് നല്ല സ്വസ്ഥമായിട്ട് അവരെയൊക്കെ ഒന്ന് ഹീൽ ചെയ്ത് വിട്ടാൽ മതി. പോസിറ്റീവ് എനർജി മതി. നെഗറ്റീവ് കയറി നമുക്കറിയാം, നമ്മുടെ ആളുടെ ഫേസിൽ തന്നെ മാറ്റം വരാം, ഫിസിക്കൽ ടോണിൽ മാറ്റം വരും, ബോഡിയിൽ മാറ്റം വരും, അവരുടെ വീട്ടിൽ മാറ്റം വരും, അവരുടെ ചുറ്റുപാടിൽ മാറ്റം വരും. ഇതൊക്കെ നമുക്ക് വരുമ്പോഴൊക്കെ നമുക്ക് വരുന്ന ആളുകൾക്ക് തന്നെ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ഇതിനെ തിരിച്ചറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലായി. എന്നെ പേടിപ്പിക്കണം, ഞാൻ ഭയങ്കര പേടിയുള്ള ആളാണ്. എനിക്ക് ഇരുട്ടൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്. അല്ല, അതൊക്കെ നമുക്ക് പേടിയൊക്കെ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഞങ്ങളിവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഓക്കെ.